بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തെക്കുറിച്ചുള്ളൊരു ഗ്രാഹ്യത നമുക്ക് നിർബന്ധമാണ്. അത് വാഹനം ഓടിക്കുമ്പോഴാണെങ്കിലും, വീട്ടുജോലി ചെയ്യുമ്പോഴാണെങ്കിലും, മണ്ണിൽ പണിയെടുക്കുമ്പോഴാണെങ്കിലും, തെങ്ങിൻ്റെ ചുവട് വാഴുമ്പോഴാണെങ്കിലും, കൃഷി ചെയ്യുമ്പോഴാണെങ്കിലും, ഏതൊരു ജോലിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധമായ കാര്യങ്ങൾ അറിയൽ നമുക്ക് നിർബന്ധമാണ്. നമ്മൾ ചെയ്യുന്ന ജോലികളിലെ ഏറ്റവും നല്ല ജോലി നിസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും നല്ല പ്രവൃത്തി നിസ്കാരം. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും നല്ല അമല് നിസ്കാരം. അത് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്നിടത്തേക്ക് തന്നെ എത്തണമെങ്കിൽ അതനുസരിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടായേ പറ്റും. നമ്മുടെ പ്രായം കൊണ്ടും സാഹചര്യം കൊണ്ടും നമുക്ക് അതിൻ്റെ അറിവിൻ്റെ തലങ്ങൾ കീഴടക്കുക എന്നത് സാന്ദർഭികമായി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ അപാകതകൾ, അതിൻ്റെ കുറവുകളൊക്കെ പരിഹരിക്കാൻ കഴിയും. ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ വല്ലപ്പോഴും യാത്ര ഉണ്ടെങ്കിൽ ചേളാരിയിൽ സമസ്താലയത്തിൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ സമസ്തയുടെ കാര്യങ്ങൾ ആരെങ്കിലും ഉസ്താദുമാരെ കാണാൻ കഴിഞ്ഞാൽ, ഞാനൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്ക് ഒരു ഫാത്തിഹ ഉസ്താദ് അവറുകളെ, കാരി അബ്ദുൽ റസാഖ് ഉസ്താദിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഒന്ന് ഓതി കേൾപ്പിക്കും. കാരണം അതിലെന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കുന്ന ആള് നമ്മുടെ ഗുരുനാഥനുമാണ്, അതുപോലെ തന്നെ തിരുത്തി തരാൻ കഴിയുന്ന ആളുമാണ്. എങ്കിൽ കുറവുകളുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ കിട്ടുന്ന സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ട്. മരണം വരെ മുത്തഅല്ലിമാവ എന്നതാണ് മഹാന്മാരായ സുഫിയാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. എപ്പോഴും ഒരു 10 കിതാബ് കയ്യിൽ വെച്ച് നടന്ന ഒരു മഹാനുണ്ടായിരുന്നു. പെരുമ്പാവൂര് വല്ലത്തിനടുത്ത് ഒരു സുഫിയായ മഹാൻ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആലപ്പുഴ ജില്ലയോട് അതിര് പങ്കിടുന്ന അരൂര്, ചന്ദ്രൂര് പോലെയുള്ള പഴയകാല ദറസുള്ള പഴയ മഹല്ലുകളിൽ പോയി ഈ മഹാപണ്ഡിതൻ കയ്യിൽ എപ്പോഴും ഒരു മുത്തഫരീദ് കയ്യിൽ വെക്കുമായിരുന്നു. 10 കിതാബിലെ ഒരു ചെറിയ കിതാബ്. എന്നിട്ട് അദ്ദേഹം, ആ മഹാപണ്ഡിതൻ, അവിടെ ദറസ് നടത്തുന്ന ആളെ കൊണ്ടതൊന്ന് ഓതി കേൾപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു മുത്തഅല്ലിമാണ് താൻ എന്ന ആ വേഷവും ആ സ്ഥാനവും നിലനിർത്തിക്കൊണ്ടുപോരാൻ ശ്രമിച്ചിരുന്നു. നമുക്കും മരണം വരെ വിദ്യാർത്ഥിയാവണം. ഇൽമു പഠിക്കുന്ന വഴിയിലായി ഒരാൾ മരിക്കുക എന്നത് സ്വർഗത്തിന്റെ വഴിയിലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നമുക്ക് പഠിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് മദ്രസ തലങ്ങളിലുള്ള മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുന്നിടത്തും നമുക്ക് പലതും പഠിക്കാനുണ്ട്. അവരുടെ പാഠപുസ്തകങ്ങൾ വഴി നമുക്ക് പഠിക്കാനുണ്ട്. ഒഴിവ് സമയങ്ങളിൽ പണ്ഡിതന്മാരുമായി സമീപിക്കാൻ സാഹചര്യമുള്ള സഹോദരങ്ങൾക്ക് അത് പഠിക്കാനുള്ള വഴികൾ തേടണം. ഫിഖ്ഹ് കൃത്യമായി അറിയണം. ഫിഖ്ഹ് തന്നെ പഠിക്കണം. അല്ലാതെ യൂട്യൂബിൽ സുലഭമായി കാണുന്ന ഏതെങ്കിലും പ്രഭാഷണങ്ങൾ കേൾക്കൽ മാത്രമല്ല. ഒരു വിഷയത്തെക്കുറിച്ച് ഒരു കർമ്മം പഠിക്കണമെങ്കിൽ ആ കർമ്മത്തെ കർമ്മശാസ്ത്രം പഠിക്കണം. കർമ്മശാസ്ത്രത്തിന്റെ അറബിയാണ് ഫിഖ്ഹ്. ഫിഖ്ഹ് പഠിച്ചേ പറ്റും. അള്ളാഹു ഒരു മനുഷ്യനിൽ ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അള്ളാഹു ഫിഖ്ഹ് പണ്ഡിതനാക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫിഖ്ഹ് പണ്ഡിതനാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഫിഖ്ഹ് അറിയാവുന്ന ആൾ കൂടെ ഉണ്ടെങ്കിൽ അയാളെ മുന്നിൽ നിർത്തി ഇമാമായി നിശ്ചയിക്കണമെന്നാണ്. ഏറ്റവും ഫിഖ്ഹ് അറിയാവുന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും കൂടുതൽ ഫിഖ്ഹ് അറിയുന്ന സ്വഹാബിയായിരുന്നു. അഫ്ഖഹു കാന അഫ്ഖഹ മിന്നാ എന്ന് തന്നെ ഹദീസിൽ കാണാം. അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഫിഖ്ഹ് അറിയുന്ന ആളായിരുന്നു. ഫിഖ്ഹ് അറിഞ്ഞേ പറ്റൂ. കർമ്മശാസ്ത്രം സാന്ദർഭികമായി പറയാണ്, നമ്മുടെ ഇടയിൽ ഫിഖ്ഹ് അന്യം പോയിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ഫിഖ്ഹ് കൈകാര്യം ചെയ്യുന്നത് മദ്രസ തലങ്ങളിലുള്ള ആ ഒരു രംഗം തന്നെ നോക്കൂ. 7ാം ക്ലാസ് വരെ മദ്രസയിലെ ആദ്യത്തെ 7 വർഷം ഫിഖ്ഹ് ഒരു വിദ്യാർത്ഥി കൈകാര്യം ചെയ്തു വന്നാൽ
ഫിഖ്ഹിന്റെ ആദ്യ പാർട്ട്, അതായത് ഹജ്ജ് പോലെയുള്ള സദഖ, സക്കാത്ത്, റമദാനിലെ നോമ്പ് പോലെയുള്ള നമ്മൾ സാധാരണ കേട്ടിട്ടുള്ള ആദ്യ പാർട്ടേ കഴിയൂ 7ാം ക്ലാസ് വരെ. ഫിഖ്ഹ് 4 പാർട്ടാ. 1 ഇബാദാത്ത്, 2 മുആഖദാത്ത്, 3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. വേഗം പറയാം. ഇബാദാത്ത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ പോലെയുള്ള കാര്യങ്ങൾ ഇബാദാത്ത്, കേട്ടറിയാലോ ഇബാദത്തുകൾ. 2 മുആഖദാത്ത് ഇടപാടുകൾ. അതിൽ ചർച്ച ചെയ്യുന്നതാണ് പണയം, വായ്പ, അതുപോലെ തന്നെ കടമിടപാട്, വക്കാലത്ത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതാണ് മുആഖദാത്ത്, ഇടപാടുകൾ, കച്ചവടം, വാങ്ങൽ, വിൽക്കൽ പോലുള്ള കാര്യങ്ങൾ. അത് ഫിഖ്ഹാണ്. അത് നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല അങ്ങനെ ഫിഖ്ഹിലൊന്നുണ്ട് എന്നത്. അത് ചർച്ച തുടങ്ങുന്നത് 7 കഴിഞ്ഞ ശേഷമായിരിക്കും മിക്കവാറും. ഒരു കുട്ടി എത്ര ക്ലാസ് വരെ മദ്രസയിൽ പോകുന്നുണ്ട്? ഫിഖ്ഹിന്റെ ആദ്യ പാർട്ട് നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ 7 ക്ലാസ് വരെ, ആദ്യത്തെ 7 വർഷം ഒരു വിദ്യാർത്ഥി ജീവിതത്തിൽ. സിലബസിന്റെ ഒരു രീതി അതാ. അത്രയും പറഞ്ഞിട്ട് അത്രയല്ല, അതിൽ കൂടുതൽ പറയാനുണ്ട്. ഇതെത്ര പറയാനുണ്ട്, അത്രയും പറയാനുണ്ട്. അതിനുശേഷമുള്ളത് 3 പാർട്ട്. പക്ഷെ കുട്ടിയെ കിട്ടാനില്ല. പിന്നെ 3ാമത്തെ പാർട്ടാണ് മുനാക്കഹാത്ത്, വിവാഹ മോചന നിയമങ്ങൾ, കുടുംബജീവിതം. അതൊക്കെ പറയുന്നത് ഫിഖ്ഹാണ്. ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കല്, ഭാര്യയുടെ കടമകൾ, ഭർത്താവിന്റെ കടമകൾ, ത്വലാഖ്, ഇദ്ദ, ഖുൽഅ്, ഫസ്ഖ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി അതൊരു പാർട്ട് തന്നെ. നമ്മൾ കാണലേ കേൾക്കലേ ഇല്ല അങ്ങനൊന്നും. എന്നാലും മദ്രസ തലങ്ങളിൽ ഏതോ 1-2 വർഷങ്ങളിൽ ചില കിതാബുകളിൽ ഇത് പരാമർശിച്ച് പോകുന്നുണ്ട്, ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നു. 4ാമത്തെ ജിനായാത്ത്, ഇസ്ലാമിക സിവിൽ ക്രിമിനൽ നിയമങ്ങൾ. കട്ടാൽ കയ്യ് അങ്ങനെ തുടങ്ങുന്ന, കണ്ടാൽ സലാം പറയാ പോലുള്ള കാര്യങ്ങളൊക്കെ. ആരോട് സലാം പറയണം, ആരായിട്ട് സലാം പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. കയ്യേറ്റം, അക്രമം, ളുൽമ് പോലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക സിവിൽ ക്രിമിനൽ നിയമങ്ങൾ പറയുന്ന ഫിഖ്ഹിന്റെ 4ാം പാർട്ട് ജിനായാത്തിലാണ്. ഒരു വിദ്യാർത്ഥിനി പ്രായപൂർത്തിയാകലോടുകൂടെ മിക്കവാറും മദ്രസ തലം നിർത്താണ്. എന്തുകൊണ്ട്? അതെന്തൊക്കെയോ കാര്യങ്ങൾ, അവ്യക്തമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. ട്യൂഷന് പോവാൻ നേരം വൈകുന്നു, അല്ലെ അത് ഇതെന്നൊക്കെ പറഞ്ഞു. വേണമെങ്കിൽ ഇതും കൂടി പറയാം, പീഡനങ്ങൾ പേടിച്ചത് കൊണ്ട് എന്നൊക്കെ അതും പറയാം. പക്ഷെ സ്കൂളിലും കോളേജിലും ഒന്നും അത് പ്രശ്നമല്ല. അപ്പോൾ മദ്രസ തലങ്ങൾ വിദ്യാർത്ഥിനികൾ ഒഴിവാക്കി പോവാം. പക്ഷെ ഈ കുട്ടി പ്രായപൂർത്തിയായ ശേഷം അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ ആ കുട്ടി മദ്രസയിൽ ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് പ്രായപൂർത്തിക്ക് മുമ്പേ തന്നെ അവരുടെ പീരീഡ്സ് സംബന്ധമായിട്ടുള്ള മസലകൾ ചെറു ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് പഠിക്കേണ്ട പ്രായമാകുമ്പോഴേക്കും കുട്ടി അവിടെ ഉണ്ടാവില്ല, കുട്ടി നിർത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് മദ്രസ തലങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഏതൊരു കാര്യത്തിൻ്റെയും ഫിഖ്ഹ് അറിയൽ നിർബന്ധം. നിസ്കാരവും ഫിഖ്ഹും വലിയ കാര്യമാണ്. നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാറുണ്ട്, അതേക്കുറിച്ചുള്ളൊരു ധാരണ നമുക്ക് ഏകദേശമുണ്ട്. ളുഹ നിസ്കരിക്കാറുണ്ട്, അതിന്റെ സമയത്തെക്കുറിച്ച് ധാരണ വേണം. വിത്ർ നിസ്കാരം എങ്ങനെയാവണം, അതിന്റെ സമയത്തെക്കുറിച്ചൊരു ധാരണ വേണം. അത് നിർവഹിക്കേണ്ട രീതി. ചില ആളുകളുണ്ട് നിസ്കാരത്തിൽ അത്തഹിയാത്തിലിരുന്ന് വിരലിങ്ങനെ അനക്കിക്കൊണ്ടിരിക്കും. മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബിൽ അത് കറാഹത്താണെന്നാണ്. മദ്ഹബാണ് ഫിഖ്ഹ്, ഫിഖ്ഹാണ് മദ്ഹബ്, മദ്ഹബ് ഹദീസാണ്. ഹദീസുകളിലുള്ള വ്യത്യസ്തതയാണ് 4 മദ്ഹബായത്. മദ്ഹബ് 4ആയത് ഇമാം ഷാഫിഈയെ പോലെയുള്ളവര് ദീനിനെ 4ആയി മുറിച്ചതല്ല. വേഗം അതൊന്നും പറയാം. ഹദീസിൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആന്റെ വ്യാഖ്യാനമായാണ് അലാ ഇന്നി ഊതിതുൽ ഖുർആന വമിഥലഹു മഅഹു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖതീബ് തിബ്രീസി മിഷ്കാത്തിലെ ഹദീസ് പറയുന്നുണ്ട്, എനിക്ക് ഖുർആൻ തന്നിട്ടുണ്ട്, ഖുർആൻ പോലെയുള്ളത് അതിന്റെ കൂടെ തന്നിട്ടുണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഖുർആൻ പോലെയുള്ളത് എന്താണ്? മുത്തുനബി സംസാരിച്ചത് മുഴുവനും ഖുർആന്റെ വ്യാഖ്യാനമാണ്. അവിടുന്ന് ജീവിച്ചത് മുഴുവനും ഖുർആന്റെ വ്യാഖ്യാനമാണ്. അവിടുത്തെ മൗനസമ്മതം ഖുർആന്റെ വ്യാഖ്യാനമാണ്. അവിടുത്തെ നടത്തം, ഇരുത്തം, കിടത്തം എല്ലാം ഖുർആന്റെ വ്യാഖ്യാനമാണ്. ഖുർആൻ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയും, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന ഖുലുഖുഹു അൽ ഖുർആന. അവിടുത്തെ സ്വഭാവം അത് ഖുർആനായിരുന്നു. അവിടുത്തെ ജീവിതം മൊത്തവും ഖുർആനായിരുന്നു. ഖുർആന്റെ വ്യാഖ്യാനം എഴുതിയല്ല കാണിക്കുക, പറഞ്ഞല്ല കേൾപ്പിക്കുക, ചെയ്തല്ല. അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തവും ഖുർആനാണ്. ഖലഖൽ ഇൻസാൻ വഅല്ലമഹുൽ ബയാൻ. അല്ലാഹു തആല ഖുർആന്റെ വ്യാഖ്യാനമായിട്ട് തന്നെയാണ് മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചിട്ടുള്ളത്. അവിടുത്തെ ജീവിതത്തിൽ ആ പ്രവർത്തനങ്ങളും
വാക്കുകളും ചില സമയത്ത് വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. അതെന്തുകൊണ്ട്? അനുഷ്ഠാന പദങ്ങളിലെ ഒരു സൗകര്യമാണിത്. ഒരു സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഗുഹ്യസ്ഥാനം ലിംഗം സ്പർശിച്ചു കഴിഞ്ഞാൽ ഒന്നു മുറിയോ? സ്വഹാബിയോട് നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു, അതെങ്ങനെയാ മോനെ, നിന്റെ ശരീരത്തിലുള്ള ഒരു ഭാഗമല്ലേ, അത് തൊട്ടാൽ ഒന്നു മുറിയില്ല എന്ന്. മറ്റൊരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, സ്പർശിച്ചാൽ ഒന്നു മുറിയോ? ഉറപ്പായും മുറിയും, അത് ഗുഹ്യഭാഗമാണ്. ഇതെന്താ മാറ്റി പറഞ്ഞത്? ഇത് രണ്ട് ക്രോഡീകരണങ്ങൾ പിൽക്കാലത്ത് സംഭവിച്ചു. ഒരു മദ്ഹബിൽ മുറിയുമെന്നും ഒരു മദ്ഹബിൽ മുറിയില്ല എന്നും. സക്കാത്ത് നിർബന്ധമായിട്ടുള്ള വസ്തുക്കളുടെ കാര്യത്തിൽ ഹദീസിൽ വ്യത്യസ്തതയുണ്ട്. ഈ വ്യത്യസ്തത അള്ളാഹുവിന്റെ അലംഘനീയ തീരുമാനമാണ്. അത് നബിമാരിൽ പോലും ഈ വ്യത്യസ്തത ഉണ്ടായിരുന്നു. വ്യത്യസ്തതയില്ലാത്തത് അള്ളാഹുവിൽ മാത്രമാണ്. അവൻ ഏകന, പക്ഷേ സൃഷ്ടികളിൽ അവൻ കൊടുത്തിരിക്കുന്ന നിയമങ്ങളിലൊക്കെ വ്യത്യസ്തതയുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ച് ജീവിച്ച രണ്ട് പ്രവാചകന്മാരെന്ന് മാത്രമല്ല, വാപ്പയും മകനുമാണ്. രണ്ടുപേർക്കും അള്ളാഹു ഹുക്മ് നൽകി എന്ന ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വിധിക്കാനുള്ള കഴിവും തത്വജ്ഞാനവും രണ്ടാൾക്കും നൽകി. പക്ഷേ ഒരു പ്രശ്നം വന്നോടത്ത് രണ്ടുപേരുടെയും രണ്ട് വിധികൾ വന്നിരുന്നു. അതിൽ ഒരു വിധി അവലംബിക്കപ്പെടേണ്ട രീതിയിലേക്ക് വന്നു. രണ്ടാളും മോശമായിരുന്നില്ല. അപ്പൊ പ്രവാചകന്മാരിൽ പോലും ഒരു കാലഘട്ടത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. അഭിപ്രായ വ്യത്യാസം ഹദീസിൽ ധാരാളം കാണാനുണ്ട്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് വിത്ർ നിസ്കരിക്കാൻ റസൂലുള്ളാഹി നിർദ്ദേശിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങി എണീറ്റിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിത്ർ നിസ്കരിക്കാൻ അവിടെ നിർദ്ദേശിച്ചത് ഉറങ്ങുന്നതിന് മുമ്പാണ്. നിസ്കരിച്ച് പൂർത്തീകരിച്ചോളണം. അല്ലെങ്കിൽ അവിടുത്തെ നിർദ്ദേശം എന്നല്ലെങ്കിൽ ഈ രണ്ട് സ്വഹാബികൾ ഈ രീതിയിലാണ് നിസ്കരിച്ചത്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച രൂപത്തിലായിരുന്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു തുടർന്ന് പോകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച രൂപത്തിലായിരുന്നു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇവിടെ രണ്ട് സ്വഹാബികളെ ഈ രണ്ടുപേരെ നമുക്ക് ഒരു ടീമായി നിർത്താൻ പറ്റും. എങ്ങനെ? ആ ചടുലമായ ഭാവം, ആ ധീരത, വിട്ടുവീഴ്ചയില്ലാത്ത മനസ്സ് സയ്യിദന ഉമർ. കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റെന്തപ്പോ കുഴപ്പം? എന്തേ മൂപ്പരങ്ങനത്തെ ആളാ? മറ്റേ മൂപ്പർ അങ്ങനെയല്ല, സൂക്ഷ്മതയായി എങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയാലോ, പക്ഷെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ, എന്നാലും സൂക്ഷ്മത. ഇത് രണ്ടും സ്വഹാബി ചെയ്തതാണ്. ഇത് രണ്ടും നമുക്ക് സമഞ്ജസമായി സമ്മേളിപ്പിക്കാം, സമന്വയിപ്പിക്കാം, യോജിപ്പിക്കാം. മദ്ഹബിൽ അതിന് വഴികളുണ്ട്. എന്താ മദ്ഹബ്? മദ്ഹബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസ് കൊണ്ടുള്ള വ്യാഖ്യാനങ്ങളാണ്. അത് ഇന്നാവാൻ പാടില്ല. എന്തുകൊണ്ട്? ഖുർആന്റെ വ്യാഖ്യാനമായി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദിച്ചത്, അവിടുന്ന് സംസാരിച്ചത്, ചെയ്തത്, പറഞ്ഞത്, മൗനസമ്മതങ്ങൾ, ഇതെല്ലാം ഹദീസുകളായി ക്രോഡീകരിക്കപ്പെട്ടതിന്റെ ഏകദേശ ഗ്രന്ഥരൂപങ്ങൾ സമാഹരിച്ചാൽ പരമാവധി ഇന്ന് നമുക്ക് 50,000 ഹദീസ് കിട്ടും. മാക്സിമം പോയ 50,000 ഹദീസ് ആവർത്തനങ്ങളൊക്കെ കൂട്ടിയാൽ 50,000 ഹദീസ് കിട്ടും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ ക്രോഡീകരിച്ചതിൽ എണ്ണി തിട്ടപ്പെടുത്തിയത് 10 ലക്ഷമാണ്. 10 ലക്ഷം ഹദീസുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ 10 ലക്ഷം ഹദീസുകൾ ഇന്ന് നമുക്ക് ഗ്രന്ഥരൂപത്തിൽ കാണാനേ ഇല്ല. ഈ 10 ലക്ഷം മനപ്പാഠം ഉണ്ടായിരുന്ന ആളായിരുന്നു മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, അബു അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, അബു ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അവരുടെ കാലഘട്ടത്തിന് ശേഷം അങ്ങനെ 10 ലക്ഷവും കാണാതെ പഠിച്ചവര് ഉണ്ടായിട്ടില്ല എന്നേ പറയാം. വളരെ റയറായി ഉണ്ടായിട്ടുണ്ട്. ഈ 10 ലക്ഷം ഹദീസുകൾ ഖുർആനും കൂടി കൂടുമ്പോൾ എന്താണോ ഗവേഷണം ചെയ്തൊരു മസ്അല കണ്ടെത്താ, അത് മദ്ഹബിൽ ഉണ്ട് ആ മസ്അല. എന്നാൽ ആ മദ്ഹബ് സ്വീകരിക്ക വഴി 10 ലക്ഷം ഹദീസും ഖുർആനുണ്ട്. മദ്ഹബ് തള്ളുക വഴി 10 ലക്ഷത്തിൽ 9,50,000 ഹദീസും തള്ളി എന്നാണ് അതിനർത്ഥം. ഇന്നൊരാൾ മദ്ഹബ് വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ഹദീസ് ക്രോഡീകരിച്ച് മസല കണ്ടെത്താന്ന് പറഞ്ഞാൽ തന്നെ ഇന്നത്തെ 50,000 തന്നെ കിട്ടില്ല. കിട്ടിയാൽ തന്നെ ആ 50,000 വെച്ച് ഖുർആനും വെച്ച് അവൻ ഗവേഷണം ചെയ്ത ഇമാം ഷാഫിഈയെ പോലെ ഒരിക്കലും ആവൂല. പോയി ഒരുത്തനെ പിടിക്കുമ്പോൾ കരുത്തനെ പിടിക്കാന്നാ പറയാ. മദ്ഹബ് സ്വീകരിക്ക വഴി ഖുർആൻ 50,000 ഹദീസല്ല, 10 ലക്ഷം ഹദീസാ കിട്ടാം. അതാണ് ഫിഖ്ഹ്. 4 മദ്ഹബ് എന്ന് പറഞ്ഞാൽ 4 അഭിപ്രായം എന്നില്ല. 4 മദ്ഹബിലും മിക്കവാറും എല്ലാം ഒറ്റ അഭിപ്രായം തന്നെയാണ്. വളരെ റയറായി 2 അഭിപ്രായം വരും. അപ്പൊ 3 ഇമാമിങ്ങൾ ഒരു ഭാഗത്തും ഒരാൾ ഒറ്റയ്ക്കും, അല്ലെങ്കിൽ 2 ആൾ ഒരു ഭാഗത്ത് 2 ആളപ്പുറത്ത്, അങ്ങനെ വരും. വളരെ വളരെ റയറായി ഒരു ഫിഖ്ഹിൽ ഒരു മസല വന്നതിന്റെ 3 അഭിപ്രായം വരും. അപ്പൊ 2 ആൾ ഒരു ഭാഗത്ത്, 3 ആൾ 3ആയിട്ട് നിൽക്കും. 2 ആൾ ഒരു ഭാഗത്ത്, 2 ആൾ ഈ 2ആയിട്ട് നിൽക്കും. അങ്ങനെ 3 അഭിപ്രായം വരാറുണ്ട്. വളരെ റയറായ 4 അഭിപ്രായം വരാറുണ്ട്. ഇതൊക്കെ ഹദീസാണ്. അപ്പൊ കർമ്മങ്ങളോടൊപ്പം
ഫിഖ്ഹ് ചേർന്ന് വരണം. ഫിഖ്ഹ് ചേർന്ന് വരണം. ഹജ്ജിന് പോകുന്നവർക്ക് പ്രധാന സുന്നത്താണ് ഇമാം നബവി ഈളാഹിൽ രേഖപ്പെടുത്തുന്നു, ഒരു കിതാബ് കയ്യിൽ വെക്കൽ. ഇപ്പൊ നമുക്ക് തിരിയുന്ന ഒരു കിതാബ്, ആ പർദക്കടയിൽ നിന്ന് ഹജ്ജിന് പോണേണെന്ന് പറഞ്ഞപ്പോ എന്നാ ഇത് കയ്യിലിരുന്നോട്ടെ ഇത്ത, അവിടെ ചെല്ലുമ്പോ ദുആ ഇറക്കണോട്ടെ. തുറന്നു നോക്കിയപ്പോ ഹജ്ജ് ഉംറ പഠന ക്ലാസ്, ചെറിയ പുസ്തകം കിട്ടും, കയ്യിൽ വെച്ചോ, സുന്നത്ത. ഒരു കർമ്മത്തിന് അതിന്റെ കൂടെ ഫിഖ്ഹ് വേണം, നിർബന്ധം. ഉളുഹിയ്യത്ത് എവിടെയാ ഫിഖ്ഹ്? ഫിഖ്ഹ് കുറെ പോയി. ഫിഖ്ഹ് വലിച്ചെറിഞ്ഞാൽ ദീൻ ഇല്ല. ഫിഖ്ഹ് മദ്ഹബാണ്. മദ്ഹബ് സ്വീകരിക്ക വഴി മുത്തുനബിയുടെ 10 ലക്ഷം ഹദീസും ഖുർആനും സ്വീകരിച്ച പോലെ മദ്ഹബ് തള്ളുക വഴി 10 ലക്ഷത്തിലെ 9.5 ലക്ഷം ഹദീസ് തള്ളിയെന്ന, ബാക്കി 50,000 മൂപ്പര് ഇജ്തിഹാദ് ചെയ്തു എന്നല്ല. ഇന്നിപ്പോ മദ്ഹബിനെ പുച്ഛിക്കുന്നവരുണ്ട്. എന്തുട്ട് മദ്ഹബ്? മദ്ഹബില്ലാതെ എന്ത് ഫിഖ്ഹ്? ഫിഖ്ഹ് തന്നെയാണ് മദ്ഹബ്, മദ്ഹബ് തന്നെയാണ് ഹദീസ്. ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്നാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി പറഞ്ഞത് റളിയല്ലാഹു അൻഹു. ഹദീസ് സ്വഹീഹായി വന്നതുണ്ടോ അതെന്റെ മദ്ഹബിലുണ്ട്, അതാണ് മദ്ഹബ്. എന്താ ഇപ്പൊ ഈ ഹദീസിന്റെ കിതാബൊക്കെ പോയത് കള്ളം കൊണ്ടുപോയോ? ഹദീസിന്റെ കിതാബുകൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ നഷ്ടം വന്നിരിക്കുന്നത് ഒരു മഹാപണ്ഡിതനും വഫാത്താവലോടുകൂടെ അവിടേക്ക് അതേപോലത്തെ ഒരു പണ്ഡിതൻ വരുന്നില്ല എന്നതാണ്. ഒരു ഇമാം ഷാഫിഈ വഫാത്തായപ്പോ അതുപോലത്തെ ഒരാൾ അതിനുശേഷം വന്നിട്ടില്ല. അവരൊന്നും ചില്ലറക്കാരല്ല. എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖുറൈശി പണ്ഡിതൻ വരാനുണ്ട് എന്റെ കാലശേഷം, ഭൂമണ്ഡലം മുഴുവനും ഇൽമു കൊണ്ട് അദ്ദേഹം നിറയ്ക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ഇമാം ഷാഫിഈയുടെ പ്രധാന ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ രേഖപ്പെടുത്തി. അതെന്റെ പ്രിയപ്പെട്ട ഉസ്താദ് ഇമാം ഷാഫിഈയെ കുറിച്ചായിരിക്കും അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100-200 കൊല്ലം മുമ്പ് പറഞ്ഞത്. ചെറിയ ആളുകളൊന്നുമല്ലവര്, വലിയ ഫഖീഹന്മാരായിരുന്നു. ഹദീസില് ഹബീബായ നബി തങ്ങളുടെ സൂചനകൾ ഉണ്ടായിരുന്നു. 4000 സ്വഹാബികൾ ദഅവത്ത് നടത്തിയ കൂഫ, ആ സ്വഹാബികളിലെ 70 പേരുടെ ശിഷ്യനാണ് മഹാനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ തങ്ങള് ഒരു നട്ടുച്ച നേരത്ത് ഇത് രാത്രിയാണെന്ന് പറഞ്ഞ അത് തിരുത്താൻ ഒരാൾക്കും കഴിയില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മുന്നിൽ ഇൽമു കൊണ്ട് നട്ടുച്ച നേരം വെയിൽ ഉദിച്ചു നിൽക്കുന്ന ആ സമയത്ത് ആ പ്രകാശത്തെ മഹാനവറുകൾ ഇത് രാത്രിയാണ്, രാത്രി ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞ അത് തിരുത്തിയിട്ടതല്ലാന്ന് പറയാൻ കഴിവുള്ള ഒരാളുണ്ടായില്ലെന്നാ. ഒരിക്കലും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുമല്ല. നീ അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ പോലെ തിരുത്താൻ കഴിയില്ല, കാരണം അത്രയും വലിയ പണ്ഡിതായിരുന്നു. അവർക്ക് അത്രയും പാണ്ഡിത്യമായിരുന്നു. അങ്ങനെയുള്ള മഹാന്മാര് പറഞ്ഞതാണ് ഫിഖ്ഹ്, അത് ഹദീസ് തന്നെയാണ്. നിങ്ങളോട് ഇതൊന്നും പറയേണ്ടതില്ല, എന്നാലും പറഞ്ഞതാ. ഒരു കർമ്മത്തിൽ കർമ്മശാസ്ത്രമുണ്ട്, അത് ചെയ്യേണ്ടത് എങ്ങനെ എന്നുണ്ട്. ഖുർആൻ നോക്കിയിട്ട് ഒരാൾ 5 നേരം നിസ്കരിക്കാൻ പോയി, ആ ആളെ കണ്ടിട്ടില്ല ഇതുവരെ. ഖുർആൻ നോക്കിയിട്ട് 5 വഖത്ത് നിസ്കരിക്കാൻ പോയാൽ കാണില്ല. എന്തുകൊണ്ട്? അങ്ങനെ നോക്കിയാൽ കണ്ടുകൊള്ളുന്നില്ല. നിസ്കാരത്തിന്റെ ഫർദ് 14, ഖുർആൻ നോക്കിയാൽ കാണൂല. ഹബീബായ നബി തങ്ങൾ 5 വഖത്ത് നിസ്കരിച്ചിരുന്നു എന്നതിൽ തർക്കമില്ലല്ലോ. പക്ഷെ അത് ഖുർആനിൽ നോക്കിയാൽ കാണോ? ഇല്ല. ഖുർആനിൽ നോക്കിയാൽ കാണില്ല, നമ്മൾ നോക്കിയാൽ കാണില്ലുണ്ടാവും. അത് നോക്കേണ്ടവർ നോക്കണം, അതിനുള്ള കഴിവുള്ളവർ നോക്കണം. ആ മഹാപണ്ഡിതന്മാരായിരുന്നു. പണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പരിമിതപ്പെട്ടു പോകും. മഹാപ്രതിഭാശാലികളായിരുന്നു ഇമാമുന ശാഫിഈയെ പോലെ ഉള്ളവർ. അവരുടെ കാലം, ആ 4 പേരുടെ കാലം കഴിഞ്ഞിട്ട് പിന്നെ അതുപോലത്തെ ഒരാളെ അല്ലാഹ് പടച്ചിട്ടില്ല എന്നാ. അത്രയും വലിയ ആളുകൾ. ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും വലിയ നഷ്ടം വന്നത് ഒരു പണ്ഡിതൻ ഇവിടെ നിന്ന് അസ്തമിച്ചാൽ ആ പണ്ഡിതന്റെ സ്ഥാനം, ആ വിടവ് തീർക്കാൻ പറ്റിയ മറ്റൊരാളെ കാണാൻ കഴിയുന്നില്ല എന്നതാണ്. നമ്മുടെ മാത്രം ലോകത്തിന്റെ നിയമം അങ്ങനെയാണ്. ഖിയാമത്ത് നാള് സംഭവിക്കുകയില്ല കാലത്തോട് കാലം അടുക്കാതെ എന്ന് പുണ്യ നബി സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. യതഖാറബുസ് സമാൻ. ഖിയാമത്ത് നാള് സംഭവിക്കുമ്പോ മനുഷ്യർക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിന്റെ പ്രധാന അടയാളം എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമുള്ളതാ. എന്തേ സ്ഥാനം കണ്ടില്ലല്ലോ, സമയം കിട്ടിയില്ല എന്ന് പറയുന്നു. അത് കിട്ടാനിട്ടാണ് ഈ കിട്ടിയില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ട്? എന്റെ സമയത്തെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിവ് നഷ്ടപ്പെട്ടു. അങ്ങനെ മനുഷ്യന്റെ കഴിവ് കാലക്രമേണ നഷ്ടപ്പെട്ടു. അത് നമ്മുടെ വിവേകത്തിൽ വന്ന ഒരു കുറവാണത്.
സമയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ സമയം കിട്ടുന്നില്ല നമ്മൾ പറഞ്ഞു പോകും. നമ്മുടെ ബുദ്ധിപരമായ ഒരു കുറവാണത്, വിവേകപരമായ ഒരു കുറവാണ്. അതുപോലെ തന്നെ പലതും കുറവ് വന്നിട്ടുണ്ട്. ആരോഗ്യരംഗം കുറവുണ്ട്. പണ്ട് പനന്റെ മോളിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ആ പൊടി അങ്ങോട്ട് തട്ടിക്കളഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകും. ഇന്ന് സൈക്കിളിൽ നിന്ന് വീണ ആസ്റ്ററി കൊണ്ടുപോകണം. അങ്ങനെയാണ്. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞതിന്റെ കാരണം കേട്ടപ്പോ ഞെട്ടിപ്പോയി. എന്തേ? ഒന്ന് ഇരിക്കക്കുത്താലെ വീണുപോയതാണേ. അപ്പൊ എല്ലാ രംഗത്തും നമുക്ക് വീഴ്ച വന്ന പോലെ വീഴ്ച വന്ന ഒരു രംഗമാണ്. നമുക്ക് കാര്യങ്ങളും ടൈമിൽ മാനേജ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമുക്കത് നിർബന്ധമാണ്, ടൈമിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകണം. ഒരു വീട്ടിലേക്ക് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന ആളുകൾ പൊതുവെ അലസതയല്ല. കാരണം എന്താ? യാത്രക്ക് പോകാനുള്ള തിരക്കിൽ സഹോദരിമാര് പാത്രം കഴുകാൻ മറന്നുപോയിട്ടുണ്ടാവും. മറന്നുപോലെ അവർക്ക് നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അവര് പാത്രം കഴുകാൻ നിന്നാ പൗഡർ ഇടാൻ പറ്റില്ല. പൗഡർ ഇടാൻ പോയപ്പോ പാത്രം കഴുകാൻ പറ്റില്ല. പൗഡറൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വന്നപ്പോ ഇനിയിപ്പോ കുറെ നിസ്കാരം കഥാ വിട്ടാനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ പാത്രമൊക്കെ കഴുകണമല്ലോ, പഠിച്ചവനെ തുണി മടക്കി വെച്ചിട്ടില്ലല്ലോ, കുറേ കാര്യങ്ങളുണ്ട്. നേരം എടുത്ത് സുബഹിക്ക് തന്നെ എണീക്കണം. കാരണം ആദ്യത്തെ തന്നെ അരി ഇട്ടാലാണ് രാവിലെ കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഇക്കാക്ക് ചോറ് കൊണ്ടുപോകാൻ. പിന്നെ ഒരു ടൈമിലേക്ക് നിർബന്ധം പൂർവ്വം എത്തിപ്പെടാണ്. അതിന് ഇസ്ലാം ഒരു ഘടികാരം വെച്ചു, സുബഹിക്ക് തന്നെ എണീക്കണമല്ലോ എന്നത്. 5 വഖത്ത് നിസ്കാരത്തെ 5ആയി ക്രമീകരിച്ചത് നമ്മുടെ 5 സൗകര്യങ്ങളിൽ നമുക്കൊന്ന് നമ്മെ തന്നെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഖിയാമത്ത് നാളിന്റെ പ്രധാന അടയാളം ടൈം മാനേജ്മെന്റ് നഷ്ടപ്പെടും, സമയം കിട്ടുന്നില്ല എന്ന് ജനങ്ങൾ പറയും. ഇത്തഖാറബുസ്സമാൻ വയുഖ്ബദൽ ഇൽമി ഇല്ല, ഇൽമ് ഇവിടുന്ന് പിടിക്കപ്പെടും. അതെങ്ങനെയാ? അല്ലാഹു തആല ഒറ്റടിക്ക് വിടുന്ന ഇൽമ് പിടിച്ചുകൊണ്ട് പോവല്ല ചെയ്യാ. ഇൽമൊക്കെ ആളുകൾക്ക് മറവി കൊടുക്കലല്ല ചെയ്യാ. സ്വഹീഹ് മുസ്ലിം ബിഖബ്ദിൽ ഉലമ, മഹാനായ ഒരു പണ്ഡിതൻ വഫാത്താവല. അങ്ങനെ പണ്ഡിതന്മാരുടെ വഫാത്തോടുകൂടെ ഇവിടെ നിന്ന് ഇൽമുകൾ കുറെ നഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ ഇൽമ് നഷ്ടപ്പെട്ടത് പണ്ഡിതന്മാരുടെ വഫാത്തോടൊപ്പം തന്നെ എന്ന് പറയുന്ന പോലെ പിന്നെ ഇൽമ് നഷ്ടപ്പെട്ടത് നമ്മുടെ ഗ്രന്ഥങ്ങൾ കുറെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ കുറെ നശിപ്പിച്ചിട്ടുണ്ട്. ഈ സമൂഹം എന്നും വെല്ലുവിളിയുടെ ഇടയിലൂടെ ജീവിച്ചു വന്ന സമൂഹം. ഇസ്ലാമിക സമൂഹം വെല്ലുവിളികളുടെ ഇടയിലൂടെ ജീവിച്ചു പോന്ന സമൂഹം. മംഗോളിയൻ രാജാവായിരുന്ന തൈമൂർ ബഗ്ദാദ് ആക്രമിച്ച ഒരു ചരിത്രമുണ്ട്. തൈമൂർ ചക്രവർത്തി ബഗ്ദാദ് ആക്രമിച്ചു. ബഗ്ദാദ് എന്ന് പറഞ്ഞ ഇൽമിന്റെ വലിയ ഒരു ഗോഡൌൺ ആണ്. ബഗ്ദാദിലാണ് മഹാന്മാരായ ഒരുപാട് പ്രതിഭകളായ പണ്ഡിതന്മാർ വന്നത്. ബഗ്ദാദ്, ഇറാഖിന്റെ ബഗ്ദാദ്. ആദ്യത്തെ ശറഅ് സമാരംഭം ബഗ്ദാദിലാണ്, മക്കയിലല്ല. ശറഇന്റെ ആദ്യത്തെ പ്രവാചകൻ നൂഹ് നബിയാണ് അലൈഹിസ്സലാം. എവിടെയാ നൂഹ് നബിയുടെ നാട്? വത്തീൻ വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. നൂഹ് നബിയുടെ നാട് എവിടെയാ? സൈത്ത് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബഗ്ദാദാ, അല്ലെങ്കിൽ ഇറാഖാണ്. തൈമൂർ ചക്രവർത്തി ബഗ്ദാദ് ആക്രമിച്ചു. ഗ്രന്ഥശാലകളിൽ നിന്നും, ഇസ്ലാമിക ഗ്രന്ഥശാലകളിൽ നിന്നും കിതാബുകൾ, കയ്യെഴുത്ത് പ്രതികൾ കൊണ്ടുവന്നിട്ട് യൂഫ്രട്ടീസ് നദിയുടെ കുറുകെ പാലമങ്ങിട്ടു. അന്ന് കണ്ണീരിന് സമാനമായ തെളിഞ്ഞ വെള്ളം, യൂഫ്രട്ടീസിന്റെ തെളിഞ്ഞ വെള്ളം കറുത്ത നിറത്തിലായി പോയി. ഈ കയ്യർ എഴുത്ത് പ്രതികളുടെ ലിപികൾ മുഴുവനും വെള്ളത്തിലേക്ക് അങ്ങോട്ട് ചെന്നതോടുകൂടെ വെള്ളത്തിൽ അങ്ങോട്ട് അലിഞ്ഞിട്ട് ആ കിതാബുകളുടെ മുകളിൽ കിതാബ് കൊണ്ട് പാലോട്ടുന്ന, അതിന്റെ മുകളിലൂടെ അയാളുടെ കുതിര ഓടിച്ചു. As long as the Egyptians got this book with them, we will not enjoy quiet and peace in that land എന്നാണ് ബ്രിട്ടീഷ് അധോസഭയെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഗ്ലാഡ്സ്റ്റോൺ പ്രഖ്യാപിച്ചു. ഈജിപ്തുകാരെ കീഴടക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരൻ കണ്ടെത്തിയ വഴി ഖുർആനിക കോപ്പികൾ മുഴുവനും നശിപ്പിക്കണം. ഇങ്ങനെ ഗ്രന്ഥങ്ങൾ നശിപ്പിക്കൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഒരു സമൂഹത്തിൽ നിങ്ങൾ കണ്ടില്ല, ഇസ്രായേലി സമൂഹത്തിന്റെ നരമേധം. എത്രയെത്ര പട്ടണങ്ങൾ തച്ചു തകർത്തു, എത്രയെത്ര പള്ളികൾ, എത്രയെത്ര ദർസുകൾ, എത്രയെത്ര കോളേജുകൾ. ഒരു സമൂഹത്തിന്റെ പ്രധാന കെട്ടുറപ്പ് വിദ്യാർത്ഥികളെ നശിപ്പിക്കലല്ലേ? വിദ്യാർത്ഥികളെ നശിപ്പിച്ചു. വളർന്നു വരുന്ന ഒരു കുഞ്ഞുമിനി പഠിച്ചു വരാൻ പാടില്ല. അവരെ ഇൽമിന്റെ നാശമാണ് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ എന്തിനാ ഈ നിരപരാധികളെ, ഹമാസിന്റെ പോരാളികളെ നശിപ്പിക്കുന്നതിന് പകരം അവരുടെ മക്കളെയും പേരമക്കളെയൊക്കെ കൊന്നത്? വിദ്യാർത്ഥികൾ, ഇനി ഇവിടെ ഒരു വിദ്യാലയം വേണ്ട, പ്രായമായവരെന്തായാലും പഠിക്കാൻ പോകില്ലല്ലോ. ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം ആസൂത്രിതമായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കർമ്മം ചെയ്യാൻ നമുക്ക് ഇൽമു വേണം, ഇൽമു പഠിച്ചേ പറ്റൂ. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു എവിടെ എന്ന് തേടി പോവൽ മുസ്ലിമായ ആണിനും മുസ്ലിമായ പെണ്ണിനും നിർബന്ധം എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ. ചൈനയിലേക്ക് യാത്ര ദുർഘടമായിരുന്ന കാലഘട്ടത്തിൽ പറയാ, ചൈനയിൽ ഇന്ന് നമ്മളും പോയിട്ടില്ല കേട്ടോ. ചൈനയിൽ പോകുന്ന ഒരാൾ, എനിക്കൊരു സുഹൃത്തുണ്ട്, സ്ഥിരം ചൈനയിൽ പോകുന്ന ഒരാളുണ്ട്. ചൈനയിൽ പോയാൽ ഇൽമു കിട്ടുമെന്നൊരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ അവിടെങ്കിലും നിങ്ങൾ പോണം എന്ന് പുണ്യ നബി. ചൈനയിൽ പോയാലാണ് ഇൽമു കിട്ടൂ എന്നൊരവസ്ഥയാണുള്ളെങ്കിൽ ചൈനയിൽ പോയിട്ടാണെങ്കിലും നിങ്ങൾ ഇൽമു തേടണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമു പഠിച്ചേ പറ്റൂ. ഇൽമു യൂട്യൂബിൽ കാണുന്ന വഅദ് മാത്രമല്ല, വേണ്ടെന്ന് പറയുന്നില്ല. ഫിഖ് ഉണ്ട്, ഫിഖ്ഹിന് കർമ്മശാസ്ത്രം ഒരു 10 കിതാബിന്റെ മലയാള പരിഭാഷ മേടിക്കാം, അല്ലെങ്കിൽ ഒരു ഫത്ഹുൽ മുഈന്റെ മലയാള പരിഭാഷ, ഖുർആൻ പരിഭാഷ വായിക്കലവിടെ വെക്കുക, വേണ്ടെന്ന് പറയുന്നില്ല. ഖുർആൻ പരിഭാഷ വായിക്കുമ്പോൾ നമുക്കൊരു പ്രചോദനം കിട്ടാം. അതിലേറെ ചെയ്യേണ്ട കാര്യങ്ങളുടെ കർമ്മശാസ്ത്രത്തിന്റെ കൃത്യമായ വിധി മദ്ഹബ് അടിസ്ഥാനമായിട്ടുള്ള കർമ്മശാസ്ത്ര പരിഭാഷ ഗ്രന്ഥമാണ് വേണ്ടത്. മദ്ഹബ് അടിസ്ഥാനമായിട്ടുള്ളത്. മദ്ഹബ് വേണ്ടാന്ന് പറഞ്ഞവരുടേത് വേണ്ടേ വേണ്ട, അത് വ്യാജമാണ്. മദ്ഹബ് ഇമാം ഷാഫിഈയെ പോലുള്ളവർ വ്യാഖ്യാനിച്ചത്, അവര് ഹദീസ് വെച്ച് വ്യാഖ്യാനിച്ച പരിഭാഷകൾ സംഘടിപ്പിക്കാവുന്നതാണ്. നല്ല നല്ല വാട്സാപ്പ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയോ? ഭാര്യയോട് ഭർത്താവ് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കടമ, ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട ഒന്നാമത്തെ കടമ പറഞ്ഞ പലരും ഇടങ്ങാറാവും, ഞാനും ഇടങ്ങാറാവും. എന്താ ഒന്നാമത്തെ കടമ? 5 പവൻ്റെത് 6 പവനാക്കി കൊടുക്കുക, അതാണോ? അല്ല. അവിടെ ടൂറ് പോവലാണോ? അല്ല. അവൾ ആവശ്യപ്പെടുമ്പോ അവളുടെ വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ കൊണ്ടുപോകലാണോ? അല്ല. ഭാര്യയോട് ഭർത്താവ് ചെയ്യേണ്ട ഒന്നാമത്തെ കടമ ഫിഖ്ഹ് പഠിപ്പിക്കല. അത് ശരി, മൂപ്പർക്കറിയില്ലേ? നിസ്കാരത്തിന്റെ നിയമങ്ങൾ, പീരീഡ്സിന്റെ നേരത്ത് എന്താണ് വേണ്ടത്, ഇറച്ചി കഴുകാൻ നജസ് കളയണമല്ലോ, അതേക്കുറിച്ചുള്ള മസലകൾ. മീൻ വെട്ടി വന്ന ആ മാക്സിയിൽ അതിന്റെ നജസായ വെള്ളത്തിൽ തെറിച്ചാൽ അതിവിടെ എന്ത് ചെയ്യണം? വീടിന്റെ അകത്ത് കുട്ടി മൂത്രമൊഴിച്ചു, ആ മൂത്രം എങ്ങനെ ശുദ്ധിയാക്കണം? അതങ്ങ് തുറച്ചു കളഞ്ഞിട്ട് ഒരു നനഞ്ഞ തുണിയാണ് കൊടുത്തിട്ട് പെര മുഴുവൻ അതങ്ങോട്ട് പരത്തി വെക്കും. ആരും അങ്ങനെ ചെയ്യണമെന്നല്ല, ആകെ ഇബ്ലീസ് അലുവക്കട കയറിയ മാതിരിയാവും. എല്ലാ സ്ഥലത്തും അവിടെ പരത്തി വെക്കുക. അത് നമുക്കറിയാത്ത മസാല. അതാ നോക്കുമ്പോൾ മൂത്രം കാണാറില്ല, അങ്ങനെയല്ല. ഒരു കുട്ടി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ട് അത് മൂത്രം അതിന്റെ അയിനും നജസും കൂടെ ഒപ്പിയെടുക്കണം മൊത്തം, എന്നിട്ട് ഡ്രൈ ആക്കണം, എവിടെയും ചാടരുതേ. അത് കഴിഞ്ഞിട്ട് ഒരു തുണി കൊണ്ടുവന്നിട്ട് അതിന്റെ എല്ലാ ഭാഗവും ഒന്നും കൂടി തുടച്ചെടുക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ വെള്ളം, ശുദ്ധമായ തഹൂറായ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ നന്നായി അത് കവർ ചെയ്യുന്ന രീതിയിൽ തളിക്കണം. എന്നിട്ട് മറ്റൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് അത് മൊത്തം കൂടെ വലിച്ചെടുക്കണം. അങ്ങനെയുണ്ട്. അല്ലാതെ അത് ഉണങ്ങി കഴിയുമ്പോൾ അത് ഈ അറ്റത്തു നിന്ന് ആ അറ്റത്തേക്ക് ഇങ്ങനെ തുടച്ച് എല്ലാ സ്ഥലത്തും, എന്നിട്ട് ചെരുപ്പിടാതെ നടക്കുകയും ചെയ്യും. വീടിന്റെ അകത്ത് ചെരുപ്പിട്ട് നടക്കുന്ന ശീലത്തെക്കാളും വീടിന്റെ അകത്ത് ചെരുപ്പിടാതെയും എവിടെയും നിസ്കരിക്കാൻ പറ്റുന്ന ഒരു തൊഹാറത്ത്, അത് വർക്ക് ഏരിയയിലാണെങ്കിൽ പോലും നമുക്ക് അവിടെ മുസലിട്ട് നിസ്കരിക്കണം. ഫിഖ്ഹാണ്. ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കല ഭർത്താവിന്റെ ആദ്യത്തെ ബാധ്യത. അത് വളരെ ശാസ്ത്രീയമായാണ് ആ തത്വം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട്? ഒരു സ്ത്രീയോട് അവളുടെ ഉമ്മയോ അല്ലെങ്കിൽ വാപ്പയോ ആങ്ങളയോ ഗുരുനാഥനോ സംസാരിക്കുന്നതിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. നേരെ മറിച്ച് ലിമിറ്റ് വിട്ടപ്പുറത്തേക്ക് അവളുടെ ശാരീരികമായ ആവശ്യങ്ങളിൽ സംസാരിക്കാനുള്ള അവകാശവും അതിനുള്ള യോഗ്യതയുള്ള ഭർത്താവിനുള്ളത്. ഭർത്താവിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൊ ഫിഖ്ഹ് ഭർത്താവിന് അറിയാമെങ്കിൽ ആ ഫിഖ്ഹ് അറിയുന്ന ഭർത്താവ് ഭാര്യക്ക് അത് പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. ഭാര്യക്ക് ഫിഖ്ഹ് പഠിപ്പിക്കൽ ഭർത്താവിന് നിർബന്ധമാ. അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യണം? ഫിഖ്ഹ് പഠിക്കണം. ഫിഖ്ഹ് പഠിക്കണം. ഇങ്ങനെയാണ് മസല കുടുംബങ്ങളിലെത്താം. മഹദിയായ ഉമ്മു സലമയോട് അബൂ സലമ റളിയല്ലാഹു അൻഹു ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് ഹബീബിനെ വിവാഹം കഴിച്ച് ഹബീബിന്റെ ഭാര്യയായിട്ട് ഉമ്മു സലമ പിന്നീട് വരുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് സ്വഹാബിയായ അബൂ സലമ പോയി ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുത്തതായിട്ട് സ്വഹീഹ് മുസ്ലിമിൽ ഹദീസ് ഉണ്ട്.
ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഭാര്യക്ക് പ്രവാചക സദസ്സിൽ നിന്നും കേട്ട അറിവ് അവിടെ പോയി പകർന്നു കൊടുത്തതായി ഹദീസിലുണ്ട്. ഷുഅബുൽ ഈമാനിലും മറ്റുമൊക്കെ കാണാം, തൊബ്രാനിയിലൊക്കെ ഉണ്ട്. അങ്ങനെ പല സ്വഹാബികളും പ്രവാചക പത്നിമാരായ സ്വഹാബി വനിതകൾക്ക് ഇൽമ് നേരിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. പെണ്ണിന് ഫിഖ്ഹ് വേണം, അങ്ങനെ ഫിഖ്ഹ് അറിയാവുന്ന ഒരു പെണ്ണും ഉണ്ടായിരുന്നു. മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഫിഖ്ഹ് അറിയാവുന്ന, ഇത്രയും വലിയ ഫിഖ്ഹ് അറിയാവുന്ന എത്രയോ സ്വഹാബികൾക്ക് സംശയം തീർത്തു കൊടുത്ത പണ്ഡിതയായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഇമാം ശാഫിഈ എന്ന ഒരു വലിയ പ്രതിഭയെ കുറിച്ച് നമ്മൾ കുറെ മുമ്പ് പറഞ്ഞിരുന്നു, അല്ലെ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അമൽ കൊണ്ടും ഇൽമു കൊണ്ടും തന്നോളം നിൽക്കാൻ ആരുമില്ലാത്തൊരു കാലഘട്ടം ഇനി അതിനേശമില്ല. അങ്ങനത്തെ ആ പ്രതിഭ സംശയ നിവാരണത്തിന് ഒരു പെണ്ണിന്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ പെണ്ണാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇമാം ശാഫിഈക്ക് സംശയം തീർത്തു കൊടുക്കുമായിരുന്നു. പെണ്ണിന് വിവരം ഉണ്ടാവണം. ഒരു പണ്ഡിതൻ പകലിനെ നോക്കി നട്ടുച്ചയെ നോക്കി ഇത് രാമാണെന്ന് പറഞ്ഞാൽ തിരുത്താൻ മറ്റൊരാൾക്കും കഴിയില്ല എന്ന് മദ്ഹബിന്റെ അയിമ്മത്ത് തന്നെ പറഞ്ഞിരുന്ന അബൂ ഹനീഫത്തുൽ കുഫി എന്ന സ്വഹാബികളുടെ ശിഷ്യനായ മഹാപണ്ഡിതൻ അബൂ ഹനീഫ ഇമാം. അബൂ ഹനീഫ, ഹനീഫ എന്ന് മോളുടെ പേരാ, ഹനീഫയുടെ വാപ്പാന്ന. ഹനീഫ് എന്നത് ആണിന്റെ പേരും ഹനീഫ പെണ്ണിന്റെ പേരുമാണ്. നമ്മുടെ നാട്ടിൽ രണ്ടും തിരിഞ്ഞു പോയെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഷെരീഫ് ഷെരീഫ അങ്ങനെയാണല്ലോ. മുലപ്പാൽ ആൺകുട്ടിയെ പ്രസവിച്ച പെണ്ണിന്റെ മുലപ്പാലിന് കട്ടി കൂടുതലാ, പെൺകുട്ടിയെ പ്രസവിച്ച പെണ്ണിന്റെ മുലപ്പാലിന് കട്ടി കുറവാ. വാപ്പാക്ക് ആ മസല അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ആ നിയമം അറിയില്ലായിരുന്നു. ഒരു പെണ്ണ് ആൺകുട്ടിയെ പ്രസവിച്ചു. ഒരു ഇരുട്ട് റൂമിൽ ഒരു പെണ്ണൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതേ ഇരുട്ട് റൂമിൽ ഒരു പെൺകുട്ടിയെയും പ്രസവിച്ചു. കുട്ടികളെ തമ്മില് പ്രസവിക്കാന്ന് പറഞ്ഞ കയ്യിലേക്കല്ലല്ലോ, അത് താഴെ വീഴല്ലേ. എങ്ങനെയോ കുട്ടികൾ മാറിപ്പോയി, തർക്കായി. ആൺകുട്ടി പെൺകുട്ടിയുടെ ഉമ്മയുടേതാണെന്നും പെൺകുട്ടി ആൺകുട്ടിയുടെ ഉമ്മയുടേതാണെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഒരു തർക്കം, അഭിപ്രായ വ്യത്യാസം. മസല തീരുമാനിക്കണം, വിധി പറയണം. അപ്പോഴുണ്ട് ഇതിന് വിധി പറയാൻ ഈ ലോക പണ്ഡിതന് സ്വഹാബികളുടെ ശിഷ്യനായ അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹുവിന് വിധി പറയാൻ മകളുടെ സഹായം വേണ്ടി വന്നു. ആണിനെ പ്രസവിച്ചാലും പെണ്ണിനെ പ്രസവിച്ചാലും ഇരുവരുടെയും മാറിടത്തിൽ നിന്നും മുലപ്പാൽ കറന്നെടുത്തിട്ട് ഇരുവരുടെയും തലയിൽ പേൻ ഉണ്ടിയെങ്കിൽ ആ പേനിനെ ആ മുലപ്പാലിലിട്ടാൽ നടുവിലിടണം. പേൻ നീന്തി അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞത് ഏത് മുലപ്പാലിന്റെ ഉടമയായ പെണ്ണാണോ ആ പെണ്ണിൻ്റെതാണ് പെൺകുട്ടി. പേൻ നീന്തി നടുവിൽ നിന്നും ആ പാത്രത്തിന്റെ അരികിലേക്ക് നീന്തി പേന് എന്ന് പറഞ്ഞ കേട്ടിട്ട് മനസ്സിലായില്ലേ? അല്ലാ, അതൊരു സംഭവ. പേൻ നീന്തി കടന്ന് അപ്പുറത്തേക്ക് കൊഴുപ്പുള്ള പാലിൽ പോവില്ല. അതങ്ങനെ ചുറ്റി എറണാകുളം വൈറ്റിലെ ഓട്ടോറിക്ഷ ഓടണ മാതിരി അവിടെ അങ്ങനെ ചുറ്റി അവിടെ തന്നെ അതിന്റെ പരിപാടി തീരെ ചെയ്യാം. പക്ഷേ ഇതിങ്ങനെ അരികിലേക്ക് നീങ്ങും. അങ്ങനെയാണ് അതിന്റെ വ്യത്യാസം എന്ന് വാപ്പാക്ക് മോള് പഠിപ്പിച്ചു കൊടുത്തു. ആ വാപ്പ ആ മോളുടെ പേരിൽ അറിയണമെന്ന് മോള് വാപ്പയോട് ആഗ്രഹവും പറഞ്ഞു. എൻ്റെ പേരിൽ വാപ്പ അറിയണം ലോകത്ത്. എൻ്റെ വാപ്പ ലോകത്ത് മുഴുവനും അറിയപ്പെടുന്നത് വേറൊരു പേരില്ല. എൻ്റെ വാപ്പ ഇന്നു മുതൽ എൻ്റെ പേരിലേ അറിയാവൂ. അന്ന് ഹനീഫത്ത് എന്ന ആ മോളുടെ വാപ്പ എന്നറിഞ്ഞു. ആ മഹാനാണ് അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു. എന്തിനാ ഞാനിത് ഇത്രയും പറഞ്ഞെന്തിനാ? ഇൽമില്ലെങ്കിൽ അമലില്ല. ഇൽമില്ലെങ്കിൽ അമലില്ല. ഇൽമുള്ള ഒരാളെ അമൽ ചെയ്തു, ഇൽമില്ലെങ്കിൽ അമലില്ല. ഇൽമുള്ള ഒരാൾ അമൽ ചെയ്താൽ അമലിന്റെ ശക്തി നോക്കിക്കോ. കാലിൽ അമ്പ് തെറിച്ചു, ഊരിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ വേദന കൊണ്ട് ഊരിയെടുക്കാൻ വരുന്ന ആളുകളെ മുഴുവനും തിരിച്ച് ഉപദ്രവിക്കുന്ന പോലെ ശകാരിക്കൽ തുടങ്ങി. കാലിൽ തെറിച്ച അമ്പ് എടുക്കുകയും വേണം, വേദന എടുക്കാനും പാടില്ല. അവസാനം ആലോചിച്ച മഹാപണ്ഡിതൻ, ഇൽമുള്ള മഹാൻ ആലോചിച്ചു, എപ്പോഴാണ് എന്റെ ബുദ്ധി ലയിച്ചു പോകുന്നത്? എപ്പോഴാവണം എന്റെ ബുദ്ധി ലയിച്ചു പോകേണ്ടത്? അത് നിസ്കാരത്തിലാണ്. ആ മഹാന്റെ പേരാണ് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി
അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ ഇൽമിന്റെ പട്ടണമാണ് എങ്കിൽ ആ പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള അതിന്റെ കവാടം എന്റെ അലിയാ നബിയുനാ റസൂലുള്ളാഹി. ഇൽമിന്റെ കവാടം, ആ പട്ടണത്തിന്റെ ഇൽമാകുന്ന പട്ടണത്തിലേക്ക് വരാനുള്ള ഇൽമിന്റെ കവാടം സയ്യിദുനാ അലി. ശ്രീയാളൊന്നല്ല. വമയ്യകും ബിഗൈരി ഇൽമി യഅമലു അഅമാലുഹു മർദൂദത്തുൽ ലാ തുഖ്ബലു. ഇൽമ ഇല്ലാതെ ഒരാൾ അമൽ ചെയ്താൽ അമൽ സ്വീകരിക്കുമോ എന്ന് പോലും സംശയം. ഒരു ഉദാഹരണം പറയാം. ഇൽമ്, നിസ്കാരത്തിന്റെ സമയം എന്ന് ഉറപ്പുവരുത്തൽ നിസ്കാരത്തിന്റെ ഷർത്താണ്, അല്ലേ? നിസ്കാരത്തിന്റെ സമയമായെന്ന് ഉറപ്പുവരുത്തൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. എത്ര ഷർത്തുണ്ട് നിസ്കാരത്തിന്? 5 ഷർത്തുണ്ട്. ഈ 5 ഷർത്തുകളിൽപ്പെട്ട ഒരു ഷർത്താണ് നിസ്കാരത്തിന്റെ സമയമായെന്ന് ഉറപ്പുവരുത്തണം. 5:45 ക്ലോക്കിലെ ബാറ്ററി തീർന്നു, നല്ല മഴക്കാറുണ്ട്. വല്യമ്മ പേരക്കുട്ടിയോട് ചോദിച്ചു, മോനെ വാങ്കുളിച്ച പറഞ്ഞു കേട്ടോ, അമ്മ പള്ളിയിൽ കറണ്ടില്ല. അന്ന് അല്ലാഹു അക്ബർ, നല്ല മഴക്കാർ കൊണ്ട് നിസ്കരിച്ചു. എത്രേനാ? 5:50. നിസ്കാരം സ്വഹിയായോ? സാഹചര്യത്തില് വെയിലില്ലാത്ത അവസ്ഥ, ഇരുട്ടോ ഒക്കെ ശരിയാ, ഏകദേശമൊക്കെ. ഇനി ഒരാള് മഗ്രിബ് ബാങ്ക് വിളിച്ച ശേഷമാണ് സമയം നിശ്ചയമില്ലാതെ നിസ്കരിച്ചതെന്ന് വെക്കാം. മഗ്രിബിന് മുമ്പാണ് മഴക്കോള് കണ്ടപ്പോ നിസ്കരിച്ചത്. മഗ്രിബിന് ശേഷം ബാങ്കൊക്കെ വിളിച്ച ശേഷമാണ് നിസ്കരിച്ചത്. മഴക്കോളുണ്ട്, ഇതുപോലെ ക്ലോക്കും കേടായി കിടക്കണം. പേരക്കുട്ടി പറഞ്ഞു പള്ളിയിൽ കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. ശരിയായി. 6:17 വാങ്ങുക, 6:25 നിസ്കരിച്ചത്. ഓക്കെ, മൊബൈലില്ലട്ടെ, ഇനിയിപ്പോൾ അത് കറണ്ട് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മൊബൈലിൽ നോക്കിയാൽ പോരെ, അങ്ങനെ ചിന്തിക്കണ്ട. സമയത്തെക്കുറിച്ചുള്ള ധാരണ ഉറപ്പില്ലാതെയാണ് നിസ്കരിച്ചത്, ബോധ്യമായിട്ടില്ല. ആ നിസ്കരിച്ചത് സമയത്തിന്റെ ഉള്ളിൽ തന്നെയാണ് എങ്കിലും ആ നിസ്കാരവും സഹീഹല്ല. അത് യഥാർത്ഥ സമയത്ത് തന്നെയാണ് നിസ്കാരം സംഭവിച്ചെങ്കിൽ പോലും അത് ഫിഖ്ഹാണ്. ആ കർമ്മത്തിന് നിർബന്ധമായും അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് സമയമായെന്നത് ഉറപ്പുവരുത്തണം. സമയമായി എന്നത് അല്ലാതെ കൊട്ടക്കണക്കിന് അങ്ങോട്ട് കയറ്റി വരുന്ന പരിപാടി, ആ മാർക്കറ്റിംഗ് ഇവിടെ ഇല്ല. ആ മാർക്കറ്റിംഗ് ഇല്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാല് മുറിച്ചു നിസ്കാരത്തിൽ, കാല് മുറിച്ചു. ഇവിടെ ചിന്തിക്കണം, ആ നിസ്കാരത്തെ പോലും പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. എങ്ങനെ? നജസ് കൊണ്ട് നിസ്കാരം ബാത്തിലാവാം. എങ്ങനെ? നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തു വന്ന കുറഞ്ഞ രക്തം, നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ട്, ആ മുറിവിൽ നിന്നും പുറത്തു വന്ന കുറഞ്ഞ രക്തം നമ്മുടെ വസ്ത്രത്തിലായി. കൊതുകിരുന്നതല്ല കേട്ടോ, കൊതുക് കടിച്ചിട്ട് കൊതുകിന്റെ ശരീരത്തിൽ ബലൂൺ വീർക്കണ പോലെ രക്തം വീർത്തു. ഈ രക്തം ആരുടെ രക്ത? നമ്മൾ പറയാ കൊതുകിന്റെ രക്ത. നമ്മുടെ കയ്യിൽ വന്നിരുന്ന കൊതുക് തന്നെയാണ്, അതിങ്ങനെ വീർത്ത് കൊതുകിന്റെ ശരീരത്തിലേക്ക് ആ രക്തം കയറി. അതെങ്ങനെയോ നിസ്കാരത്തിലായി കഴിഞ്ഞാൽ പോയി കഴുകി കളഞ്ഞ 2ാമത് നിസ്കരിക്കേണ്ടി വരും. നേരെ മറിച്ച് നമ്മുടെ ഒരു മുറിവിന്റെ ഒരു അല്പം താങ്ങി, ഒരു ലേശം ബ്ലഡ് നമ്മുടെ മുണ്ടയിലായി, ബ്ലഡാണ്, ബ്ലഡിൽ വിട്ടുവീഴ്ചയുണ്ട്, ഒരല്പേ ആയിട്ടുള്ളൂ എങ്കിൽ ആ മുണ്ടെടുത്ത് ആ രക്തത്തിന്റെ ഉടമയ്ക്ക് നിസ്കരിക്കാം. നേരെ മറിച്ച് ആ മുണ്ടെടുത്ത് വേറൊരാൾക്ക് നിസ്കരിക്കാൻ പാടില്ല. നിസ്കരിക്കാൻ ആണുങ്ങൾ മുണ്ടെടുക്കാറുണ്ട്. ഈ കര താഴേക്ക് പോയ ഭാഗം കുറെ കഴിയുമ്പോഴത്തെ അത് മുകളിലേക്ക് കൊടുത്തിട്ട് മുകളിൽ പോയ ഭാഗം താഴേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. എന്തുകൊണ്ട്? ഈ മുണ്ടെടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ മുട്ടിന് താഴേക്കുള്ള ഭാഗം ഔറത്ത് അല്ലല്ലോ ആണുങ്ങൾക്ക്. ഔറത്തല്ലാത്ത ഭാഗത്ത് ഈ നടന്നു പോയപ്പോ കരയില് നമ്മൾ നടന്ന ഭാഗത്ത് നിന്ന് നജസ് പുരളാൻ സാധ്യതയുണ്ട്. നജസ് പുരളാൻ സാധ്യതയുണ്ട് കരയുടെ ഭാഗത്ത്. അത് നിലവിലെ നിസ്കാര നിർവഹണ സമയത്ത് മുട്ടിന്റെ താഴെയാണ്, ഔറത്തല്ലാത്ത ഭാഗത്താണ്. അതുകൊണ്ട് അതിൽ വിട്ടുവീഴ്ചയുണ്ട്. നേരെ മറിച്ച് ആ താഴെ കൊടുത്ത ഭാഗത്തെ പിടിച്ച് മുകളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ അകത്ത് ഔറത്തിന്റെ പരിധിയിലേക്ക് ആ നജസ് സ്പർശിതം എന്ന് സംശയിക്കുന്ന ഭാഗം എത്തിയതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. മഹല്ലിയില് ഞാൻ നോക്കിയിട്ട് ഒരു 3 പേജിൽ കുറയില്ല പീരീഡ്സിന്റെ സമയത്ത് ബ്ലഡിന്റെ നിറം പറയുന്നത്, അത് സംബന്ധമായിട്ടുള്ള മസല പറയുന്നത്. എന്നാൽ ഇത് വായിച്ചു പഠിക്കുന്ന ആണുങ്ങൾക്കിട്ട് ഇതുവരെ ആ സംഭവം ഉണ്ടായിട്ടുമില്ല.
ഇത് മുഴുവനും സ്ത്രീകൾ അറിയേണ്ടതാണ്. ഫിഖ്ഹ് പഠിക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വഴി കണ്ടേ പറ്റൂ. സംശയങ്ങൾ ചോദിക്കാം, ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ഫിഖ്ഹ് കൈകാര്യം ചെയ്യാം. ഒരു സുജൂദ് എങ്ങനെയാ തെറ്റില്ലാതെ ഒരു സുജൂദ് ചെയ്യാം, ഒരു റുകൂഅ് എങ്ങനെയാ നിസ്കരിക്കാൻ നിൽക്കുന്ന നിസ്കാര കുപ്പായത്തിന്റെ ധരിക്കുന്ന രീതിയെ കുറിച്ച് തലമുടിയുടെ ഒരെണ്ണം പോലും പുറത്തു പാടില്ല. ഒതു കൊടുക്കാറുണ്ട്, തല തടവുന്നത് എവിടെയാ? തല തടവുന്നത് അങ്ങനെ എന്തോ അവിടെ ഇങ്ങനെ വാരി തേച്ചിട്ടൊരു പോക്കാ പോണ. അത് എത്ര വേണം, എത്ര അതിന്റെ പരിധി ആലോചിക്കണം. തലയുടെ പരിധിയുടെ അകത്ത് വരണം. മുടിയുണ്ടെങ്കിൽ മുടിയിൽ സ്പർശിതമാവണം. 4 വിരലെങ്കിലും ഒരളവ് വെച്ചുകൊണ്ട് നാം തടവിയിരിക്കണം. 4 വിരൽ അത് നിറുകേനാവല് നല്ലതാ. തലയുടെ 4 ഭാഗമെങ്കിലും തടവിയിരിക്കണം. തല മുഴുവൻ തടവല് സുന്നത്താണ്. ഇമാമുന ശാഫിഈ അബൂ ഹനീഫത്തുൽ കൂഫിയുടെ മദ്ഹബിലേക്ക് വരുമ്പോൾ തല മുഴുവനും തടവിയേ പറ്റൂ. ഇപ്പൊ ആകെ പ്രശ്നമുള്ളത് കൈകെട്ടില്ല. കൈകെട്ട് ഇങ്ങനെ കെട്ടണമെന്നാ പറഞ്ഞത്. എവിടെ പറഞ്ഞു? എവിടെയും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ ആകെ ഫിഖ്ഹ് ഉള്ളത് എവിടെ? തെറ്റിപ്പോയ ഇത് ഏത് കയ്യ മുകളിൽ? ഏതോ ഒരു കൈ മുകളിലാണ് ഇങ്ങനെ അല്ലേ? ഹുസൈൻകാക്ക് ചിരിയോ എൻ്റെ മാസ്ക് വെച്ചുകൊണ്ട് അറിഞ്ഞിട്ടുള്ള ഇങ്ങനെ വെക്കണ കാര്യത്തിൽ ഇപ്പൊ ആകെ തിരക്കുള്ളു. ഇത് എന്തൂട്ടിനപ്പോ ഇങ്ങനെ വെക്കണം? എവിടെ പറഞ്ഞത്? എവിടെയുള്ളത്? رأيت النبي صلى الله عليه وسلم يصلي والعا يديه فوق سرته على صدره على صدره وفي رواية تحت صدره. കൈ വെക്കാൻ പറഞ്ഞു. എവിടെ വെക്കാൻ പറഞ്ഞു? നിസ്കാരത്തിൽ കൈ കെട്ടണം. എവിടെ? കൈ കെട്ടാൻ മണിബന്ധം, ഈ കുഴയുണ്ടല്ലോ, കുഴ, ഈ ജോയിന്റ് ഉള്ളം കൈയിൽ വരണം. ഒന്ന് പിടിച്ചേ, ഒന്ന് പിടിക്കടോ. കൈ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ പിടിക്കേ. ഈ ജോയിന്റ് കൈ ഇങ്ങനെ മടക്കുമ്പോ ആ ജോയിന്റ് ഉണ്ടല്ലോ, ആ ജോയിന്റ് ഈ കൈയിന്റെ ഉള്ളം കൈയിൽ വരണം, കണ്ടോ? എന്നിട്ട് ഈ ചെറുവിരല്, ഈ തള്ള ഓർ തന്ത വിരല്, ഈ വലിയ വിരലുണ്ട് അത്, ഈ 3 വിരൽ ഇങ്ങനെയും ഇങ്ങനെയാ കൈ വെക്കാം. എവിടെ വെക്കണം? നെഞ്ചും കൂടിന്റെ താഴെയും പൊക്കിളിന്റെ മുകളിലുമായി. ഇത് സ്വഹാബികൾ ഹബീബിൽ നിന്നും കണ്ടതാണ്. ഖുർആനിലുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅ്തൈനാകൽ കൗസറ ഫസല്ലി ലിറബ്ബിക വൻഹർ. എന്താ അതിന്റെ അർത്ഥം? ഇബ്നു തീമിയയുടെ ശിഷ്യൻ ഇബ്നു കസീറിന്റെ തഫ്സീർ എടുത്ത് നോക്കിയാൽ കാണാം. ഫസ്വല്ലി, നീ നിസ്കരിക്ക്, ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി, വൻഹർ, നെഞ്ചിന്റെ താഴെയും പൊക്കിളിന്റെ മുകളിലുമായിട്ട് കൈ വെച്ചിട്ട്. കൈ എങ്ങനെ വെക്ക? കൈ വെക്കുന്നത് വലത്തെ കൈയിന്റെ ഉള്ളം കൈയിൽ. സഹോദരിമാരൊന്ന് കാണിച്ചോട്ടോ, വലത്തെ കൈയിന്റെ ഉള്ളം കൈ എടുക്കുക. മൈലാഞ്ചി ഇട്ടൊന്നും ആരും കാണിക്കേണ്ട, അപ്പൊ അതൊക്കെ അതിലേക്ക് തന്നെ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. കണ്ടോ, ആ വലത്തെ കൈയിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുക. ആ ഉള്ളം കൈയില് ഈ കുഴയുണ്ടല്ലോ, ഈ കുഴ വളയാത്ത ഭാഗം, ഇതിന്റെ ജോയിന്റ് അതിങ്ങനെ വെക്കുക ഉള്ളം കൈയില്. എന്നിട്ട് ഈ ചെറുവിരലും തള്ളവിരല് രണ്ടും കൂടി ഇങ്ങനെ മുട്ടാവുന്ന രീതിയിൽ 3 വിരൽ ഇങ്ങനെ സലൂട്ടിന്റെ വിരൽ വെക്കണ പോലെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെയാണ് കൈ കെട്ടേണ്ടത്. ഇങ്ങനെ നിസ്കരിക്കണമെന്ന് സയ്യിദുനാ അലി പറഞ്ഞതായി ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. സൂറത്തുൽ കൗസർ, ഇബ്നു തീമിയയുടെ ശേഷം ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അതുള്ളത്. കൈ ഇങ്ങനെ വെച്ചു. എവിടെ വെക്കണം? വാഇൽ ഇബ്നു ഹുജർ തങ്ങൾ പറയാ, റസൂലുള്ളാഹി നെഞ്ചിന്റെ താഴെ വെച്ചു. ഒരു റിവായത്തിലുണ്ട് അലാ സുദ്രിഹി, നെഞ്ചിന്റെ മുകളിലെന്ന്. അലാ സുദ്രിഹിയുടെ അർത്ഥം നെഞ്ചിന്റെ മുകളിൽ നിന്നല്ല, നെഞ്ചിന്റെ അരികിൽ നിന്ന. നെഞ്ചിന്റെ അരികിൽ നിന്ന. നെഞ്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കുഴിയുണ്ട് അല്ലേ, സ്വദർ എന്ന് പറയാം. സ്വദറിന്റെ വ്യാഖ്യാനം, സ്വദർ എന്ന് പറഞ്ഞാൽ മദ്രസയുടെ സ്വദർ അല്ല, സ്വദർ നെഞ്ച. സ്വദർ മദ്രസയുടെ നെഞ്ചാണ്, ചങ്കാണ്. ആര്? സ്വദർ മദ്രസയുടെ ഫുള്ള്. മദ്രസയുടെ സ്വദർ മാത്രമല്ല, സ്വദർ എന്ന വാക്കുണ്ട് നെഞ്ചിന്. അത് നമ്മുടെ ഇവിടെ ഒരു കുഴിയുണ്ട്, ഒന്ന് പിടിച്ചു നോക്കിയാൽ അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴി മുതൽക്ക് ഗുഹ്യരോമം മുളയ്ക്കുന്ന ഭാഗം വരെ ഉള്ളതിന് സ്വദർ എന്ന് പറയാം. അപ്പൊ നെഞ്ചു മാത്രമല്ല വന്നത്, എന്തും വന്നിട്ടുണ്ട്,
വയറ് വന്നിട്ടുണ്ട് അല്ലേ? വയറ് വന്നിട്ടുണ്ട്. ഒരു റിവായത്തിലുള്ളത് നെഞ്ചിന്റെ താഴേന്ന. അപ്പൊ സാധാ നമ്മൾ നെഞ്ചെന്ന് പറയുന്നതിന്റെ താഴെ. ഒരു റിവായത്തിലുള്ളത് നെഞ്ചിന്റെ അരുകിൽ എന്നാണ്. അലക്ക് അരുകിൽ എന്നൊരു അർത്ഥമുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല എന്ന വാക്കിന് അരികിൽ. ചിലര് പരിഭാഷപ്പെടുത്തി അല എന്ന് പറഞ്ഞ മുകളിൽ നിന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അല്ല, അരികിൽ എന്നൊരു അർത്ഥം കൂടി ഉണ്ട്. ഇവിടെ അരികിൽ എന്ന അർത്ഥം. എന്നാണ് ഈ രണ്ട് ഹദീസും ജംഅ ചെയ്യാൻ പറ്റും. അരുകിൽ എന്ന അർത്ഥം വരുന്നത് തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് മുഅ്മിനീങ്ങൾ അതിലേക്ക് പെറുക്കി ഇട്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ മുമ്പ് ജീവിച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളെ തീക്കുണ്ടാരത്തിലേക്ക് പെറുക്കിയിട്ടിരുന്ന ആളുകൾ തീക്കുണ്ടാരത്തിന്റെ അലൈഹ മുകളിൽ എന്നല്ല, തീക്കുണ്ടാരത്തിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പറ്റും. അപ്പൊ അവിടെ എന്താ അലൈഹ 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 അലയുടെ അർത്ഥം എന്തായിരിക്കും? മുകളിൽ പോയിരുന്ന തീയുടെ മുകളിൽ പോയിരുന്ന എന്ത് ചെയ്യും? പൊള്ളും. അപ്പൊ തീക്കുണ്ടാരത്തിന്റെ അരുകിലിരുന്നിട്ടാണ് അവർ വാരിയിട്ട്. ഖുർആന്റെ ആയത്തിന് അലക്ക് അരികിൽ എന്ന അർത്ഥം. അതേ അരികിൽ എന്ന അർത്ഥമാണ് ഈ ഹദീസിലുമുള്ളത്. നെഞ്ചിന്റെ അരികിൽ നമ്മൾ പാത്രത്തിന്റെ അരിക് എന്ന് പറഞ്ഞാൽ അതിന്റെ വക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്വദറിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ സ്വദർ എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം മുളയ്ക്കുന്ന ഭാഗം, പൊക്കിള് വരെ അല്ലെ. അതിന്റെ അരികിൽ എന്ന് പറഞ്ഞാൽ അബൂ ഹനീഫത്തുൽ കൂഫി പറഞ്ഞു അരികിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ട്സൈഡ് ആണ്, ഇൻസൈഡ് അല്ല. അത് പൊക്കിളിനോട് ചേർന്ന് പൊക്കിളിന്റെ താഴെയായി. എവിടെ? ഹനഫി മദ്ഹബിൽ കൈ കെട്ടുന്നത് പൊക്കിളിന്റെ തൊട്ട് താഴെ. അങ്ങനെ കണ്ടിട്ടില്ലേ? ഹനഫി മദ്ഹബ് അത് ഹദീസാണ്. ഷാഫിഈ മദ്ഹബിൽ അരികിൽ എന്നത് പൊക്കിളിന്റെ താഴെ, ഇൻസൈഡ് അരികിലാണ്, ഔട്ട്സൈഡ് അല്ല, ഔട്ട്ലൈൻ അല്ല, അകത്താണ്. അപ്പൊ പൊക്കിളിന്റെ തൊട്ടുമുകളിലായി നെഞ്ചിന്റെ താഴെയുമായി അലാ സുദ്രിഹിം തഹത സുദ്രിഹിം കൂടി ജംഅ ചെയ്തു. അതാണ് ഫിഖ്ഹ്. ഈ രണ്ട് കെട്ടലല്ലാത്ത കെട്ടൽ ഇസ്ലാമിന്റെ കെട്ടലല്ല. ഏത് കെട്ടലാ? ഈ ഉറക്കം തൂങ്ങുന്നവർ മനസ്സിലാക്കണ നിസ്കാരത്തിൽ കൈ കെട്ടണ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. ആ കെട്ടല്, ഈ രണ്ട് കെട്ടലേ ഇസ്ലാമിന്റെ കെട്ടലുള്ളൂ. ഇതാണ് കൈ കെട്ടലേ നിർബന്ധമില്ല. കൈ കെട്ടല് നിസ്കാരത്തിൽ കൈ കെട്ടല് നിർബന്ധമില്ല. അതെനിക്കറിയില്ല കേട്ടോ മദ്ഹബ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. കൈ കെട്ടലേ നിർബന്ധമില്ല. അഥവാ കെട്ടാണെന്നത് സുന്നത്താണ്. ആ സുന്നത്തായ കെട്ടല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കെട്ടല് നെഞ്ചിന്റെ താഴെ പൊക്കിളിന്റെ മുകളിലായി ഷാഫിഈ മദ്ഹബ് അവലംബിക്കുന്ന ആ ഹദീസ് ക്രോഡീകരണം അവലംബിക്കുന്ന ആ രീതിയിലൂടെ അമൽ ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നമ്മുടെ റേഷൻ കാർഡിൽ തന്നെ ഉണ്ടല്ലോ APL BPL എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെതായ ഒരു റൂട്ടുണ്ട് അല്ലേ? ഇപ്പൊ ഒരു കല്യാണ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കുന്നവരുണ്ട്, വെജും നോൺ വെജും കഴിക്കുന്നവരുണ്ട്. അത് സ്ഥിരം അങ്ങനെ കഴിക്കുന്നവരുണ്ടാവും. ചിലർ അങ്ങനെ ഓരോ എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ക്രോഡീകരണത്തിൽ ഒരു വഴിക്ക് പോണ ആ വഴിക്ക് തന്നെ എല്ലാ അമലും കൊണ്ടുവരണം. ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മദ്ഹബ് ഒന്ന് ചേഞ്ച് ചെയ്യാറുണ്ട്. മിക്കവാറും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ തവാഫിന്റെ നേരത്ത് അവിടെ മദ്ഹബാണ്. കറക്റ്റ് ഹദീസാണിത്. ലാമിസ് മൽമൂസ്, സ്പർശനം സംഭവിച്ചവനും സ്പർശിക്കാൻ പോയവനും രണ്ടുപേരുടെ ഒന്നു മുറിയും, ആണും പെണ്ണും തമ്മിൽ. അങ്ങനെയുണ്ട്. അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളുടെ മദ്ഹബിൽ പെണ്ണിനെ തൊട്ട ഒന്നു മുറിയില്ല, അങ്ങനെ മുറിയില്ല. അങ്ങനെ അതിന് മാത്രമായിട്ടൊരു മദ്ഹബ് അത് പാടില്ല. പൊതു എടുക്കാൻ ഒരു മദ്ഹബ്, നിസ്കരിക്കാൻ വേറെ മദ്ഹബ് പറ്റില്ല. ക്രോഡീകരണത്തിൽ എളുപ്പം തേടി പോകാൻ പാടില്ല. കള്ളനാന്നാ പറഞ്ഞത്. അപ്പൊ ഈ രീതിയിലാണ് ഫിഖ്ഹ്. ഫിഖ്ഹ് എല്ലാ കർമ്മങ്ങളിലുണ്ട്. ഫിഖ്ഹ് ഇല്ലാതെ ഒന്നുമില്ല. സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ്യ മിൻ തുഹ്രിൻ വലാ ഖബ്സി. ശംസുൽ ഉലമ ബാഖിയാത്തിൽ ചെന്നു. വിദ്യാർത്ഥിയാ. ബാഖിയാത്ത് മുഴുവൻ ഹനഫി മദ്ഹബിന്റെ ഒരു സിസ്റ്റത്തിൽ കൂടെ പോകുന്ന ഒരു കാലാണ്. അവിടെ ചെന്നപ്പോ ഷെയ്ഖുനെ ഇട്ടിരുന്ന കുഞ്ഞു കുട്ടിയാണ്, ചെറിയ മോനാണ്. ഇവിടുത്തെ എല്ലാ കിതാബും പഠിച്ച് വലിയ ആലിമ്യങ്ങൾ മുഫ്തിയായി പ്രഖ്യാപിച്ച് ആ ചെറുപ്രായത്തിൽ ബാഖിയാത്തിലേക്ക് അത്രയും ചെറിയ ഒരാളാ ബാഖിയാത്തിൽ വന്നിട്ടില്ല. അവിടെ ചെന്നപ്പോ
ഇട്ടിരിക്കുന്ന വേഷം നോക്കിയപ്പോൾ കിട്ടിയത് ആരോ കൊടുത്തത് ഇട്ടതാണ്. അത് അന്നത്തെ ഒരു ഫാഷൻ ഉള്ള ഒരു ഷർട്ടായിരുന്നു. അപ്പൊ ഇവിടെ പ്രവേശനമല്ല, പൊയ്ക്കോന്ന് പറഞ്ഞു. എന്താ കിതാബൊന്നും നോക്കി കൊടുത്തില്ല, ടെസ്റ്റ് ചെയ്തില്ല. അതിനുമ്പോലോ കോലം കണ്ടപ്പോ തന്നെ ഇവിടത്തേക്ക് പറ്റൂല എന്ന് തന്നെ പറഞ്ഞിട്ടു. കിട്ടിയ അന്ന് ഇടാനും എടുക്കാനൊന്നും ഇല്ലാത്തൊരു കാലത്ത് ആരോ കൊടുത്ത ഒരു സാൽക്ക് ഷർട്ട് എന്ന് പറയാ, അതാ ഇട്ടിരുന്നത്. അങ്ങനെ മഹാനവറുകൾ ഇറങ്ങാൻ നേരത്ത് വെച്ച്, ഏതായാലും നിങ്ങളിവിടെ ഓതാൻ എനിക്ക് അവസരമല്ല എന്ന് പറഞ്ഞു. ഓദിക്കാൻ അവസരം തരുമെന്ന് ചോദിച്ചു. ഓതാൻ എനിക്ക് അവസരമല്ല, ഓദിക്കാൻ തരുമെന്ന് ചോദിച്ചു. ഇത് കൊള്ളാലോ, ഇവിടെ ഓതാനില്ല ഓദിക്കാനില്ല. ദേഷ്യം വന്നു. ചെറുപ്രായം, 20 വയസ്സിൽ താഴെയുള്ളൂ, 10-16 വയസ്സുള്ളൂ. കോളേജിന്റെ പുറത്തിറങ്ങിയിട്ട് ഒരു ഓടിന്റെ കഷ്ണം എടുത്തു. ഓടിന്റെ കഷ്ണം എടുത്തിട്ട് ആ കോളേജിന്റെ മതിലിൽ അങ്ങോട്ട് ഒരു എഴുത്തങ്ങോട്ട് എഴുതി ദേഷ്യത്തോടു കൂടെ, സുബ്ഹാന മൻ ഖലഖൽ അഹ്നാഫ മിൻ നജസി വശാഫിഇയ മിൻ തുഹരിൻ വലാ ഖബസി. ഈ ഹനഫികളെ നജസായ വെള്ളത്തിൽ നിന്ന് പടച്ച അല്ലാഹ്, നീ വിശുദ്ധനാ, നീ വലിയവനാ. ശാഫിഈങ്ങളായ ഞങ്ങളെ പടച്ചത് നല്ല വെള്ളത്തിൽ നിന്നാണല്ലോ അല്ലാഹ്. അതായത് ഹനഫി മദ്ഹബില് മനുഷ്യരുടെ ഇന്ദ്രിയം നജസാണ്, ശാഫിഈ മദ്ഹബിൽ ത്വാഹിറാണ്. മസലയാണത്, ഫിഖ്ഹാണത്. അതൊരു കവിതയാക്കി നജസ് എന്ന കോലത്തിലായതുകൊണ്ട് നിങ്ങളുടെ സ്വഭാവം എങ്ങനെയായത്? ആ ഒരു ഈർഷ്യത പ്രകടനായിരുന്നു. കവിത വായിച്ചു. അന്നത്തെ ആ കോളേജിലെ വലിയ വലിയ മുദരിസന്മാര്, മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, ഈ കവിത എഴുതുന്നത് ഒരു സാധാരണ വിദ്യാർത്ഥിയിലല്ല. ഇങ്ങനെ ഒരു ചിന്ത വരുന്നത് ഒരു മഹാപണ്ഡിതനില്ല. ശാഫിഈ മദ്ഹബിലും ഹനഫി മദ്ഹബിലും മുഫ്തിയായി കേരളത്തിൽ നിന്നും പ്രഖ്യാപിക്കപ്പെട്ട ആ കുഞ്ഞുമോൻ ബാഖിയാത്തിലെ മുദരിസും മുത്തഅല്ലിമും പിന്നീട് തൊട്ടടുത്ത വർഷങ്ങളിൽ അവിടുത്തെ മുദരിസും ഒക്കെയായി മഹാനായ CM വലിയുല്ലാഹിയെ പോലെയുള്ളവർക്ക് കിതാബ് ഓതി കൊടുക്കാൻ ശംസുൽ ഉലമയ്ക്ക് അവിടുന്ന് അവസരം ഉണ്ടായി. ഒരുപാട് പണ്ഡിതന്മാർക്ക് കിതാബ് ഓതി കൊടുക്കാൻ അവസരം ഉണ്ടായി. അങ്ങനെ ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ചുള്ള ഫിഖ്ഹിന്റെ കാഴ്ചപ്പാട് കവിതയിൽ വന്നു. പലരുടെയും അമല് തള്ളപ്പെട്ടത് ഫിഖ്ഹ് പോയോടത്ത്. ആ ഫിഖ്ഹ് നിർബന്ധമാണ്, ഫിഖ്ഹ് പഠിച്ചേ പറ്റൂ. ഇപ്പൊ ഞാൻ ഫിഖ്ഹ് പറയാന്നോർത്താ വന്നത്, പക്ഷെ സമയമില്ല. ഫിഖ്ഹ് പറയാമെന്നോർത്ത് വന്നു, സമയമില്ല. എന്നാലൊന്ന് പറയാം. ഒരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം. അതുകൊണ്ട് ഫിഖ്ഹ് പഠിക്കണം എന്നത് ഒരു ഓർമ്മയിലുണ്ടാവണേ. ഞാനത് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കോ ആ അവസരം പോയി. നമ്മുടെ വീട്ടിലുണ്ടല്ലോ മക്കളുണ്ട്, അവർക്ക് മദ്രസ തലങ്ങളിൽ ഫിഖ്ഹിലത്രേ എന്നതിനെ കുറിച്ചും ഫിഖ്ഹിനെ കുറിച്ച് കുളി പഠിപ്പിക്കണം. നമുക്ക് പഠിപ്പിക്കാൻ പറ്റും? വലിയ ശുദ്ധി ഉണ്ടാവുന്നത് ഏതൊക്കെ രൂപത്തിലാ പഠിപ്പിക്കാൻ പറ്റൂ? ഒരു ലിമിറ്റ് ഇല്ലേ? എന്നാൽ നമ്മുടെ കൂട്ടത്തിൽ പ്രണയ രംഗങ്ങൾ ചിത്രീകരിക്കപ്പെട്ട പാട്ടും സിനിമയും വാപ്പായും ഉമ്മായും വല്ലുപ്പൻ വല്യമ്മ പേരക്കുട്ടി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കാണാൻ ഒരു ലജ്ജയില്ല. ഉസ്താദ് മദ്രസയിൽ ആ നിസ്കാര സംബന്ധമായിട്ട് എന്തെങ്കിലും ഉളു മുറിയണ കാര്യം എന്തെങ്കിലും പറഞ്ഞതിനെ പഠിച്ചു. ഉസ്താദ് മദ്രസയിൽ വൃത്തികേട് പറഞ്ഞു. ഫിഖ്ഹ് ഇല്ലാതെ പറ്റില്ല. ഒരു ഹദീസ് പറയാം, ബറക്കത്തിന് ഒരു ഹദീസ് പറയാം. സ്വഹീഹ് മുസ്ലിം അൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സലാത്തുൻ മക്തൂബ. ഒരു മുസ്ലിമായ മനുഷ്യനെ അയാൾക്ക് നിസ്കാരം, ഫർള് നിസ്കാരത്തിന്റെ സമയമെത്തിയപ്പോൾ ആ നിസ്കാരത്തിന് വേണ്ട വുളൂഇനെ കുറ്റമറ്റ നിലയിൽ പരിപൂർണമായവൻ ചെയ്തു. എങ്ങനെയാ വുളൂ എടുത്തെന്ന് പറഞ്ഞേ? ചില ആൾക്കാർ വുളൂ എടുക്കണടുത്ത് നമ്മളൊന്ന് പോയി നിന്ന് കൊടുത്താൽ മതി, അവർ നമ്മളെ കുളിപ്പിച്ചു തരും. നിങ്ങൾക്കറിയാം, ഫിഖ്ഹ് അറിയാവുന്ന ആൾ വുളൂ എടുക്കാൻ തരം വെള്ളം വേണമെന്നറിയോ? 600 മില്ലി മതി. അതായത് ഇങ്ങനെ പിടിച്ചാൽ എത്ര വെള്ളം കയറും അത്രയും വെള്ളം മതി ഫിഖ്ഹ് അറിയാവുന്ന ഒരാൾക്ക് വുളൂ എടുക്കാൻ. നമുക്ക് ഒന്ന് ടോയ്ലറ്റിൽ പോവാൻ 3 ബക്കറ്റ് ഏറ്റവും മിനിമം വേണം. പിന്നെ ടാങ്കിന്റെ അകത്ത് മറ്റേ ഫ്ലഷ് ടാങ്കിൽ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലും എന്നാലും ഒരു റാഹത്താവില്ല. വെള്ളത്തിന് ഫോഴ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റിക്കാരെ ചീത്ത പറയും നാട്ടുകാര്, അല്ലേ? പറ്റൂല. ഫിഖ്ഹ് അറിയാവുന്ന ഒരു മനുഷ്യൻ വുളൂ എടുക്കാൻ ഇത് ഇത്ര വെള്ളം വേണ്ടി വന്നുള്ളൂ. ഇത് 4 പ്രാവശ്യം കോരി അത്രയുണ്ട്, അത്രയും വെള്ളത്തിൽ നല്ല ഫ്രഷ് ആയിട്ട് കുളിച്ചു. ആ മനുഷ്യന്റെ വിയർപ്പിന് കസ്തൂരിയേക്കാളും വാസനയും കൂടി ഉണ്ടായിരുന്നു. ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് വെള്ളം മതി ഫിഖ്ഹ് അറിയാമെങ്കിൽ. ഫിഖ്ഹ് അറിയാമെങ്കിൽ കേട്ടോളൂ, അതേ നബിയാണ് പറഞ്ഞത്, ഒരാൾ നിസ്കരിക്കാൻ ഫർദ് നിസ്കാരത്തിന് വേണ്ടി വുളൂ എടുത്തപ്പോൾ ഫയുഹ്സിനു വുളൂഅഹാ, ആ നിസ്കാരത്തിന് വേണ്ടിയുള്ള വുളൂഇനെ
കുറ്റമറ്റ നിലയിൽ ഫിഖ്ഹ് പൂർണ്ണമായി ചെയ്തു. ഇനി കേട്ടോളൂ, വഖുശൂഅഹാ, ആ ഉളൂമായി പോകുന്ന നിസ്കാരത്തിനാണ് ഖുശൂഅ് ഉണ്ടാവൂ. ഖുശൂഉം പൂർണ്ണമായി. ഇവിടെയാണ് കുറ്റമറ്റ നിലയിൽ ഒളു എടുക്കണമെന്ന് പറഞ്ഞോടത്താണ് ബാത്റൂമിൽ ഒളു എടുക്കണോ വേണ്ടയോ എന്ന ചർച്ച വരുന്നത്. ഒളുവിന്റെ ഷർത്തുകളുമായി ബന്ധപ്പെട്ട ഒരു തടസ്സം അവിടെ ഇല്ല കേട്ടോ. ഒളു എടുക്കാം. ഫർളുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അവിടെ ഇല്ല കേട്ടോ. ഫർള് എന്താ? നെയ്യത്ത്, മുഖം കഴുകുക, കൈ മുട്ടോള് കഴുകുക, തല തടവ, കാല് ഞെരിയാണി സഹിതം കഴുകുക, ക്രമപ്രകാരം ചെയ്യുക. അതവിടെ ചെയ്യാൻ പറ്റും. എവിടെ? ബാത്റൂമിൽ പറ്റും. ബാത്ത് മീൻ കുളി, ടോയ്ലറ്റ് അല്ല. രണ്ടും കണക്കാ, രണ്ടും ഒരുമിച്ചാണ്, രണ്ടും കണക്കാണ്. അവിടെ ഒളുവിന്റെ ഫർള് 6 നിർവഹിക്കാൻ നമുക്ക് ഒരു തടസ്സമല്ല. ഷർത്തുകൾ 5 പാലിക്കാൻ തടസ്സമല്ല. എന്താ ഷർത്ത്? ഷർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒളു എടുക്കുന്ന അവയവങ്ങൾ അതും ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല, പകർച്ചയാകാൻ പാടില്ല, വെള്ളം ഒലിക്കണം, അങ്ങനെ അല്ലേ? പിന്നെ നിത്യാശുദ്ധിക്കാരാണെങ്കിൽ സമയമാകുമ്പോൾ ചെയ്താൽ മതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷർത്ത്. അതിനും അവിടെ തടസ്സമല്ല. പിന്നെന്താ കുഴപ്പം? പക്ഷേ ഒരു വീട് വെച്ചു, ആ വീട് എന്ന് പറയാൻ അതിന് ജനല്, വാതില്, കട്ടിള, വാർപ്പ്, ചുമര് ഒക്കെ ഉണ്ട്. തേപ്പ് ഉണ്ടോ? തേച്ചാലും തേച്ചില്ല, അത് വീടാണെന്ന് പറയാം. ആ മുഹമ്മദ് അലിയുടെ വീടാണ് കാണുന്നത്. അല്ലാതെ തേച്ചിട്ടില്ലല്ലോ. തേച്ചിട്ടില്ല. തേക്കൽ എന്താണ്? സുന്നത്തേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ വന്നു, ഉസ്താദ് ചായ എടുക്കട്ടെ, ആയിക്കോട്ടെ. തേയില, പഞ്ചസാര, ചൂടുള്ളത്, തിളച്ച ചായയായി. പാലൊഴിച്ച വേണി ഒഴിക്കാം, ഒഴിക്കാതിരിക്കാം. പാലൊഴിക്കൽ എന്താണ്? സുന്നത്താണ്. പക്ഷെ ഒരു നല്ല മട്ടത്തിനൊരു ചായ കിട്ടണ എന്ത് വേണം? ഒരു ലേശം എന്ന ഒരു പരിപൂർണത അത് ഉണ്ടാവില്ല. ഇവിടുന്ന് ബാത്റൂമിൽ ഒതുവിലതില്ല. എന്തുകൊണ്ട്? ബാത്റൂമിൽ എന്ത് പറയാൻ പാടില്ല? ബഹുമാനിക്കപ്പെടുന്നതൊന്നും പറയാൻ പാടില്ല. എന്നാ ബാത്റൂമിൽ ഒതു എടുക്കേണ്ട ഒരു സാഹചര്യം വന്ന് അങ്ങനെ അങ്ങോട്ട് എടുക്കാന്നല്ലാതെ അവിടെ ഒരു ഒതു എടുത്താലേ ഒതു കിട്ടൂ. അല്ലെ ഇപ്പൊ നിസ്കാരം പോകുന്ന ഒരു ഘട്ടാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യാം? എടുക്കാം. അല്ലെങ്കിൽ ഒതു പൂർണ്ണമല്ല. ഹദീസ് കേട്ടോളൂ, നിസ്കാരത്തിലെ ഏകാഗ്രത കിട്ടണമെങ്കിൽ പരിപൂർണ ഒതു വേണേ. ഹദീസ് അങ്ങനെയാണ്, തഅ്ളുറുഹു സ്വലാത്തും മക്തൂബ, ഫർദ് നിസ്കാരത്തിന്റെ സമയമായി ഫയുഹ്സിനു വുളുഅഹ, അതിനു വേണ്ടിയുള്ള വുളുഇനെ അവൻ ഫിഖ്ഹ് പൂർണ്ണമായ രീതിയിൽ ചെയ്തു. വഖുശൂഅഹ, ആ നിസ്കാരത്തിന്റെ ഭയഭക്തിയെ പൂർണ്ണമായി അവൻ അനുഷ്ഠിക്കാനും കഴിഞ്ഞു. ഈ വുളു അതിന് കാരണമാണ്. അപ്പോൾ വുളു ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചോളണം. പരിപൂർണത കിട്ടണമെങ്കിൽ അതിന്റെ ദിക്റുകൾ വേണം. ഉളൂഇന്റെ പരിപൂർണതയ്ക്ക് നിയ്യത്ത്, ഉളൂഇന്റെ പരിപൂർണതയ്ക്ക് അതിന്റെ ദിക്റുകൾ, ദുആകളൊക്കെ അങ്ങനെ ചൊല്ലി. അങ്ങനെ ഒരു പരിപൂർണമായ ഉളൂ കുളിമുറിയിൽ സാധ്യമല്ല. അപ്പൊ പിന്നെ നിസ്കാരത്തിലേക്ക് അത് ബാധിച്ചൂലോ. എന്നാലും ബാത്റൂം എന്നാണ് അതിന് പറയണമെങ്കിൽ എന്താവൂല? ഈ കുളിക്ക എന്നുള്ളതിനെ ബാത്റൂം എന്ന് പറയാം. കുളിക്കുന്ന ഭാഗം ഹമ്മാം എന്നല്ലേ പറയാ? ഹമ്മാം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന്റെ കൂടാന്നാ. ടോയ്ലറ്റ് നമ്മൾ ചർച്ചയെ ചെയ്യണില്ല. കുളിക്കണോടത്തില് എന്നാ കുളിയുടെ കൂടെ ഒളു ഉണ്ടാവാറുണ്ട്. ചിലപ്പോ കുളിയോടുകൂടെ ഒരു അമലിന് വേണ്ടിയുള്ള ഒളു ആണ് എങ്കിൽ, ഇപ്പൊ നിസ്കാരത്തിന്റെ ഫർദ് നിസ്കാരത്തിന്റെ ഒളുവിനെ ഇപ്പൊ ഈ ഹദീസിൽ പറഞ്ഞത്. ഇപ്പൊ വലിയ ശുദ്ധിയുടെ കുളിയുള്ള ആൾക്ക് ഒളു സുന്നത്തുണ്ട്, അതതിന്റെ കൂടെ തന്നെ. വലിയ ശുദ്ധിയുടെ കുളിക്കണ കൂട്ടത്തില് ഗുഹ്യ ഭാഗത്ത് കൈയൊന്നും സ്പർശിച്ചിട്ടില്ല എങ്കിൽ ആ കുളിയോടുകൂടെ ഒരു ഒളു ഫ്രീ ഉണ്ട്. ആ വലിയ ശുദ്ധിയുടെ കുളി കൊണ്ട് ഒളു എടുക്കാതെ നിസ്കരിക്കാം. ഗുഹ്യ ഭാഗത്തൊന്നും കൈ സ്പർശിച്ചതുമില്ല, ഒളു മുറിയുന്ന കാര്യങ്ങളൊന്നും കുളിക്കണേന്റെ ഇടയിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ വലിയ ശുദ്ധിയുടെ കുളി കൊണ്ട് തന്നെ ഒളു ഇല്ലാതെ നിസ്കരിക്കാവുന്നതാണ്. ക്ഷമിക്കാറ് ഒളു മുറിയും, അല്ലാട്ട് എന്തുകൊണ്ട് കുളിയത് ഒളു മുറിഞ്ഞിരിക്കും. അപ്പോ എന്താ പറഞ്ഞത്? അമലിന് വേണ്ടി, ഫർദ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് എന്നാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അങ്ങനെയുള്ള ഓടത്തൊരു പരിപൂർണമായ ഫിഖ്ഹ് പൂർണ്ണമായ ഒളു എടുത്തു വന്നാൽ അതിന്റെ ഖുശൂഅ്, ഹൃദയഭക്തി പൂർണ്ണമായി, വറുകൂഅഹ, അതിന്റെ മറ്റുള്ള ഓരോ അമലുകളും നിസ്കാരത്തിൽ റുകൂഅ്, സുജൂദ്, ഇടയിലിരുത്തം, ഖിയാം, ഇഅ്തിദാൽ, ഇതൊക്കെ പരിപൂർണതയിലെത്തി. ഇല്ലാ കാനത്ത് കഫാറത്തൻ ലിമാ ഖബലഹാ മിനദ്ദുനൂബി, ആ മനുഷ്യന്റെ പാപം പൊറുക്കാൻ ഒരു തൗബ പോലെ ഈ നിസ്കാരമെന്ന് ഖാല റസൂലുള്ളാഹി. ഇനി ഒരു തൗബയുണ്ട അവന്റെ പാപം പൊറുക്കാൻ. അല്ലാഹുവേ, എന്തപ്പോ നമ്മൾ കാട്ടിക്കൂട്ടി ഇത്ര നാള്?
അള്ളാഹു പുറത്തു തരട്ടെ. അതുകൊണ്ട് സൗകര്യങ്ങളേറെയുണ്ട്. സൗകര്യങ്ങളേറെ ഉള്ളോടത്ത് നമ്മൾ വഷളായി. പണ്ട് വാട്സാപ്പിലായിരുന്നു, കത്തെഴുതിയിരുന്നു. അന്ന് കത്താണെങ്കിലും എഴുതിയിരുന്നു. ഇന്ന് വാഹന സൗകര്യമുണ്ട്. ഒരാൾക്ക് ഒരു വീട്ടിൽ 2 വണ്ടി എന്ന പോലെ ഉണ്ട്. എന്നാലും കുടുംബ ബന്ധം ചേർക്കാൻ നമ്മൾ യാത്ര ചെയ്യലേ ഇല്ല. പണ്ട് നമ്മൾ അങ്ങനെയല്ല, യാത്ര ചെയ്തിരുന്നു. വിശേഷം ചോദിക്കാനും വിവരമറിയാനും സൗകര്യങ്ങളുണ്ട്. പക്ഷെ വിശേഷം ചോദിക്കലില്ല, വിളിക്കലില്ല, വിളിച്ചാലിട്ട് എടുക്കലുമില്ല. സൗകര്യമുള്ളോടത്ത് മനുഷ്യൻ അലസനായി. സൗകര്യങ്ങളേറുണ്ട്. അള്ളാഹു സൗകര്യം അവന്റെ മാർഗത്തിൽ അമലിന് ഉപകാരമുള്ള കോലത്തിലാക്കട്ടെ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ സ്വീകരിക്കു തമ്പുരാനെ. പാപങ്ങൾ പൊറുക്ക് അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ റഹ്മാനെ. അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അറിവിൽ ബർക്കത്ത് നൽകുക അല്ലാ. സഹായിക്ക് അല്ലാ. ആഖിബത്ത് നന്നാക്കുക അല്ലാ. മരണപ്പെട്ടവരുടെ ഖബർ വെളിച്ചമാക്കുക അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. അള്ളാഹുവേ, രോഗമുള്ള ഒരുപാട് പേർക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞു. കാലിൻ്റെ മുട്ടിന് ഓപ്പറേഷൻ പറയപ്പെട്ടിട്ടുള്ള സഹോദരിക്ക് വേണ്ടി നീ ശിഫാ നൽകണേ അല്ലാ. ശിഫാ നൽകണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.